സണ്ണി തനിക്ക് ചുറ്റും നിൽക്കുന്ന ആളുകളെ നോക്കി. മങ്ങിയ നാട്ടുവെളിച്ചത്തിൽ അവർ 6 പേരുണ്ടെന്ന് അവന് മനസ്സിലായി. തൽക്കാലം ഇവന്മാരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്നതാണ് ബുദ്ധിയെന്ന് അവന്റെ അന്ധകരണം മന്ത്രിച്ചു. തന്റെ കയ്യിൽ ആയുധമായി ഒരു മുട്ടുസൂചി പോലുമില്ല. മുന്നിൽ നിൽക്കുന്നവർ നല്ല ഉദ്ദേശത്തിലല്ല വന്നതെന്ന് നിശ്ചയം. സണ്ണി 2 നിമിഷം അനക്കമറ്റു നിന്നു. അപ്പോൾ മുന്നിൽ നിന്നവരിൽ അല്പം ഉയരം കൂടിയ ആൾ ഒരു തീപ്പെട്ടി ഉയരച്ചു. എന്നിട്ട് ചുണ്ടിൽ കടിച്ചു പിടിച്ചിരുന്ന ബീഡിയുടെ തുമ്പിൽ മുട്ടിച്ചു. ആ പ്രകാശത്തിൽ സണ്ണിക്ക് ആളെ മനസ്സിലായി. ഈട്ടിപ്പാറ കുഞ്ഞച്ചൻ, മേടയിൽ കുര്യച്ചന്റെ ഗുണ്ട. സണ്ണിക്ക് കാര്യങ്ങളുടെ കിടപ്പ് പിടികിട്ടി, വന്നവരുടെ ലക്ഷ്യവും. കുഞ്ഞച്ചൻ വലിച്ചെറിഞ്ഞ തീപ്പെട്ടി കമ്പിന്റെ ജ്വാല കെടുന്നതിന് മുമ്പ് സണ്ണി അത് കണ്ടു. തന്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോയ ടോർച്ച്. ഒന്ന് കുതിച്ചാൽ അത് തന്റെ കയ്യിലാകും. തന്റെ മുമ്പിലുള്ള ഏക ആയുധം അത് മാത്രമാണ്. സണ്ണി മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ നടത്തി. കുഞ്ഞച്ചന്റെ ചുണ്ടിലിരുന്ന ബീഡിയുടെ കനൽ ഇരുട്ടിൽ ജ്വലിച്ചു. കുഞ്ഞച്ചാ, നീ ഇപ്പൊ പോ. എനിക്ക് അത്യാവശ്യമായി ഒരാളെ കാണാനുണ്ട്. വേണമെങ്കിൽ നാളെ നീ പറയുന്ന സ്ഥലത്ത് ഞാൻ വരാം. ഒരു പ്രകോപനം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് സണ്ണി വളരെ ശാന്തതയോടെയാണ് പറഞ്ഞത്. ഫു, നിന്റെ വേദാന്തമൊന്നും എനിക്ക് കേൾക്കണ്ട. നീ ഇപ്പോ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയാം. അരവിന്ദൻ സാറിനെ കാണാനല്ലേ? അയാൾ ആര്? ചത്തുപോയ നിന്റെ പെങ്ങളുടെ കെട്ടിയോണോ? കുഞ്ഞച്ചാ, വേണ്ട. പോടാ പുല്ല്. നീ എന്നാ കാണിക്കുമെന്നാ? കുറെ കാണിച്ചിട്ട് എന്തായി? സെൻട്രൽ ജയിലിലെ ഗോതമ്പുണ്ട് തിന്നതൊന്നും മതിയായില്ലെന്നുണ്ടോ നിനക്ക്? കുഞ്ഞച്ചാ, ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നതല്ല. വഴിമാറ്, പോകട്ടെ. ആത്മസംയമനം കൈവിടാതെ സണ്ണി പറഞ്ഞു. നീ എന്നാടാ അച്ഛൻ പട്ടത്തിന് ചേർന്നത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. ആരും പറഞ്ഞു കേട്ടില്ല. പുച്ഛത്തോടെ കുഞ്ഞച്ചൻ ചിരിച്ചത് സണ്ണി കണ്ടില്ല. അടിച്ചൊടിക്കടാ ആ പട്ടിയുടെ കാല്. ഇനി അവൻ നേരെ നിൽക്കരുത്. കുഞ്ഞച്ചന്റെ ആക്രോശം പെട്ടെന്നായിരുന്നു. ഇരുട്ടിൽ അവർ സണ്ണിയെ ആക്രമിച്ചു. കാലിനടിയേറ്റ സണ്ണി നിലത്തേക്ക് വീണു. ആ സമയം സെമിത്തേരിയിലേക്കുള്ള വഴിയിലൂടെ ഒരാൾ താഴേക്ക് ഇറങ്ങി വന്നു. താടിയും മുടിയും നീട്ടി വളർത്തിയ മെല്ലിച്ച ഒരു മനുഷ്യൻ. അയാൾ നടക്കുമ്പോൾ ഇടതുകാലിന് അല്പം മുടന്തുണ്ടായിരുന്നു. അയാൾ വേഗത്തിൽ അടി നടക്കുന്നിടത്ത് എത്തി. പിന്നെ മങ്ങിയ വെളിച്ചത്തിൽ നിലത്ത് വീണു കിടക്കുന്ന സണ്ണിയെ കണ്ടു. സണ്ണിയുടെ കാലടിച്ചൊടിക്കാൻ ജാക്കിലിയറുമായി നിൽക്കുന്ന കുഞ്ഞച്ചനെയും. എടാ! ഇരുളിൽ അയാളൊന്ന് അലറി. എല്ലാവരും ഒരു നിമിഷം സ്തംഭിച്ചു പോയി. അടുത്ത നിമിഷം അയാളുടെ വലതുകാൽ ഒരു കൂടം പോലെ കുഞ്ഞച്ചന്റെ പുറത്ത് വീണു. കമ്പിവടിയുമായി കുഞ്ഞച്ചൻ പൊടിമണ്ണിലേക്ക് മൂക്കുകുത്തി വീണു. അമ്മേ! കുഞ്ഞച്ചൻ നിലവിളിച്ചു. അയാൾ വായിലെ കട്ടച്ചോര തുപ്പിയപ്പോൾ ഒരു പല്ലുകൂടി തെറിച്ചുപോയി. കുഞ്ഞച്ചൻ തെറിച്ചുപോയ കമ്പിവടിയുമായി താടിക്കാരന് നേരെ എണീറ്റു വന്നു. അപ്പോൾ അയാൾ ഷർട്ടിനുള്ളിലൂടെ കൈയിട്ട് 2 അടി നീളമുള്ള ഒരു വടിവാൾ വലിച്ചെടുത്തു. അതിന്റെ വായ്ത്തല ഇരുളിൽ തിളങ്ങി. കുഞ്ഞച്ചൻ ഷോക്കടിച്ചതുപോലെ നിന്നുപോയി. മേടയിൽ കുര്യാച്ചന്റെ കുടുംബത്തിനു വേണ്ടി പണിയിച്ച വാളാ ഇത്. ഇതുകൊണ്ട് ഹരിശ്രീ കുറിക്കാൻ പറ്റിയ ആൾ നീയല്ലാതെ മറ്റാരാണ്? താടിക്കാരൻ വടിവാൾ ആഞ്ഞു വീശി. കുഞ്ഞച്ചന്റെ വലതുകാലിൽ ഒരു വര വീണു. പിന്നെ അത് ചുവന്നു. ഇരുളിൽ ഹൃദയം പിളർക്കുന്ന ഒരു നിലവിളി ഉയർന്നു. മേടയിൽ കുര്യച്ചനോട് ചെന്ന് പറഞ്ഞേക്ക്, അവന്റെ അന്ത്യകർമ്മത്തിനുള്ള സമയമായെന്ന്. എടുത്തോണ്ട് പോടാ, അല്ലെങ്കിൽ. ഗുണ്ടകളെ നോക്കി അയാൾ വാൾ ചലിപ്പിച്ചു. അടികൊണ്ട് വീണ് കിടന്നവന്മാർ ചാടി എണീറ്റ് കുഞ്ഞച്ചനെ എടുത്തോണ്ട് ജീപ്പ് കിടക്കുന്നിടത്തേക്ക് തപ്പി തടഞ്ഞു നടന്നു. ചെത്തിമറ്റ സണ്ണി അല്ലേ? താടിക്കാരൻ സണ്ണിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പുഞ്ചിരിച്ചു. കൺമുമ്പിൽ നടന്ന കാഴ്ച വിശ്വസിക്കാനാവാത്തതുപോലെ തരിച്ചു നിൽക്കുകയായിരുന്നു സണ്ണി. ഇനി കുറച്ചു നാളത്തേക്ക് 2 കാലിൽ നിവർന്നു നിന്ന് അവർ കുലയ്ക്കില്ല. നിങ്ങൾ ആരാണ്? എനിക്ക് മനസ്സിലായില്ല. സണ്ണി താടിക്കാരനെ നോക്കി. എനിക്കെല്ലാം മനസ്സിലായി. തൽക്കാലം ഞാൻ ആരാണെന്ന് അറിയണ്ട. ഒരു കാര്യം ഉറപ്പാണ്, ശത്രുവല്ല, മിത്രം. ആ, നെറ്റിയിൽ നല്ല മുറിവുണ്ടെന്ന് തോന്നുന്നു. താടിക്കാരൻ സണ്ണിയുടെ കയ്യിലിരുന്ന ടവൽ വലിച്ചു കീറി നെറ്റിയിലെ മുറിവ് കെട്ടി. എന്നിട്ട് നിലത്ത് കിടന്ന ടോർച്ചെടുത്ത് കയ്യിൽ കൊടുത്തു. പറ്റിയാൽ രാത്രിയിൽ തന്നെ ഒരു ഡോക്ടറെ കാണുന്നതാണ് നല്ലത്. ഡോക്ടറെ കാണാൻ മാത്രമുള്ള മുറിവൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടം. വരട്ടെ. താടിക്കാരൻ ഇരുളിൽ ഒരു നിഴലായി മറഞ്ഞു. ഏതോ ഒരു സ്വപ്നം കണ്ടതുപോലെ പകച്ചു നിന്നുപോയി സണ്ണി. ഇനിയിപ്പോ അരവിന്ദ് സാറിന് രാവിലെ കാണാം. സണ്ണി തിരിച്ചു നടക്കാൻ തുടങ്ങിയതും അരവിന്ദന്റെ ബൈക്ക് വന്ന് സമീപത്ത് നിന്നു. സണ്ണി, എന്താണ് സംഭവിച്ചത്? അരവിന്ദ് ചോദിച്ചു.
എനിക്കറിയില്ല, സാറിനല്ലേ എല്ലാം അറിയാവുന്നത്. മനസ്സിലായില്ല. എന്നെ വിളിച്ചു വരുത്തി ആളെ വിട്ട് തല്ലിക്കാൻ നോക്കിയത് മേടയിൽ കുര്യച്ചൻ പറഞ്ഞിട്ടാണോ? സണ്ണി, എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ കുര്യച്ചൻ്റെ ആളല്ല. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ വണ്ടിയിൽ കയറ്, ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വിടാം. സണ്ണി ഒന്ന് മടിച്ചു. കയറ് സണ്ണി, ഞാൻ ശത്രുവല്ല. സണ്ണി അരവിന്ദിന്റെ ബൈക്കിൽ കയറി. ബൈക്ക് സണ്ണിയുടെ വീടിന് മുമ്പിൽ നിന്നു. ബൈക്കിന്റെ ശബ്ദം കേട്ടതും പുറത്തെ ലൈറ്റ് തെളിഞ്ഞു. ഡെയ്സി ചേച്ചി ഉറങ്ങിയിട്ടില്ലെന്ന് സണ്ണിക്ക് മനസ്സിലായി. ചേച്ചി വന്ന കാര്യം വറീതട്ടൻ പറഞ്ഞിരുന്നു. തിണ്ണയിലേക്ക് കയറുന്നതിനിടയിൽ അരവിന്ദൻ പറഞ്ഞു, സാർ ഇരിക്കും. സണ്ണി കസേര നീക്കിയിട്ടു. വാതിൽ തുറന്ന് ഡെയ്സി തിണ്ണയിലേക്ക് ഇറങ്ങി വന്നു. എന്തു പറ്റിയടാ നിന്റെ നെറ്റിയിൽ? ഷട്ടിലൊക്കെ ചോരയുണ്ടല്ലോ. പരിഭ്രമത്തോടെ അവൾ തിരക്കി. കുര്യച്ചൻ്റെ ഗുണ്ടകളുമായി ചെറിയൊരു അടിപിടി. ചേച്ചിക്ക് എന്നെ മനസ്സിലായോ? അരവിന്ദൻ ചോദിച്ചു. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുണ്ട്. പക്ഷേ സാറിന് എവിടെയോ വെച്ച് കണ്ടു മറന്നതുപോലെ. ഒരാളെപ്പോലെ 9 പേര് കാണുമെന്നല്ലേ ചേച്ചി? ചിരിച്ചുകൊണ്ട് അരവിന്ദൻ പറഞ്ഞു. സണ്ണി അകത്തു പോയി വസ്ത്രം മാറി വന്നു. സണ്ണി, ഓയിൻമെന്റ് വല്ലതുമുണ്ടെങ്കിൽ എടുത്ത് നെറ്റിയിൽ പുരട്ടണം, അല്ലെങ്കിൽ ചിലപ്പോൾ മുറിവ് പഴുക്കും. അത് സാരമില്ല സാറേ. സണ്ണി കസേര വലിച്ചിട്ടിരുന്നു. സാറേ, ഇവനും എവിടെ ജീവിക്കണ്ടേ? ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചേച്ച് വന്നതാ ഇവൻ. സാറ് കുര്യാച്ചനോട് പറയണം, ഇനിയെങ്കിലും ഇവനെ വെറുതെ വിടാൻ. ഡെയ്സി പറഞ്ഞു. ചേച്ചി, ഞാൻ പറഞ്ഞ കൊലവിളിയുമായി നിൽക്കുന്ന കുര്യച്ചനും മകനും കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ? അരവിന്ദൻ ഒരു സിഗരറ്റ് കത്തിച്ചു. പിന്നെ എന്താ സാറേ ഒരു പോംവഴി? അവര് കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ചേച്ചി, ചാകാതിരിക്കാൻ ഞാനും. ഈ എലിയും പൂച്ചയും കളി കുറേ നാളങ്ങനെ തുടരും. സണ്ണി ഇടയിൽ കയറി പറഞ്ഞു. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ ചേച്ചി. യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്തണം. ഇത്രയും വർഷം കഴിഞ്ഞതുകൊണ്ട് അതത്ര എളുപ്പവുമല്ല. അരവിന്ദൻ ഒരു കവിൾ പുകയെടുത്ത് പുറത്തേക്ക് ഊതി പറപ്പിച്ചു. സാറെന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഇതിനെക്കുറിച്ച് സംസാരിക്കാനാ സണ്ണി. സത്യം നമുക്ക് പുറത്തു കൊണ്ടുവരണം. അതിനുവേണ്ടി ഞാൻ സണ്ണിയുടെ കൂടെ ഉണ്ടാവും. പക്ഷേ നമ്മൾ എവിടെ തുടങ്ങണം? സാറേ, കൊല്ലം 7-8 അതുതന്നെയാണ് ഞാനും ആലോചിച്ചത്. സണ്ണി എങ്ങനെ കൊലയാളിയായി? എന്തായിരുന്നു അതിന് പിന്നിലെ സംഭവവികാസങ്ങൾ? ഇതൊക്കെ തലമുടി നാരിഴ കീറി പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് ഒരു നിഗമനത്തിൽ എത്താൻ കഴിയൂ. സണ്ണി എന്തു പറയുന്നു? സാറ് പറയുന്നത് ശരിയാണ്. കാരണം എല്ലാവർക്കും എന്നെ പ്രതിയാക്കാനായിരുന്നു വ്യഗ്രത. ആ പുകമറയിൽ യഥാർത്ഥ പ്രതി രക്ഷപ്പെടുകയും ചെയ്തു. കിട്ടാവുന്ന തെളിവുകളും നശിപ്പിക്കപ്പെട്ടു. അതെ, അതാണ് സത്യം. നമ്മൾ ആദ്യം മുതൽ തുടങ്ങണം. എന്തെങ്കിലും തെളിവുകൾ വീണ് കിട്ടും. ദൈവത്തിൻ്റെ വിരലടയാളം എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ. അരവിന്ദൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് സണ്ണിക്ക് തോന്നി. ചേച്ചി, കടുപ്പത്തിൽ 2 ചായ കിട്ടിയാൽ നന്നായിരുന്നു. സണ്ണി ഡെയ്സിയെ നോക്കി. ഇപ്പോൾ കൊണ്ടുവരാം. ഡെയ്സി അകത്തേക്ക് പോയി. സണ്ണി, കിടക്കാൻ സമയമായില്ലെങ്കിൽ നമുക്ക് കുറച്ചു നേരം ഇരിക്കാം. എന്താ? സാറിൻ്റെ ഇഷ്ടം. ഇതിൽ നിന്നൊരു മോചനം ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും സെൻട്രൽ ജയിലിലേക്ക് മടങ്ങി പോകേണ്ടി വരും. സണ്ണി, നമുക്കൊരു രക്തചൊരിച്ചിൽ ഒഴിവാക്കണം. സണ്ണിയുടെ സഹായമുണ്ടെങ്കിൽ തീർച്ചയായും അത് നടക്കും. സണ്ണിയും മേടയിലെ റോസ്മേരിയും തമ്മിൽ പ്രേമത്തിലായിരുന്നല്ലോ. ഈ ദുരന്ത കഥയുടെ തുടക്കവും അവിടെ നിന്നാണല്ലോ. കഴിഞ്ഞുപോയ പ്രധാന സംഭവങ്ങളൊന്നും വിട്ടുപോകാതെ മനസ്സിനെ 8 വർഷം പിന്നിലേക്ക് ഒന്ന് റീവൈൻഡ് ചെയ്യണം. എന്താ, സണ്ണിക്ക് അതിന് കഴിയുമോ? അരവിന്ദൻ സണ്ണിയുടെ മുഖത്തേക്ക് നോക്കി. കഴിയും സാറേ. ഒന്നും ഞാൻ മറന്നിട്ടില്ല. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ മനസ്സിലുണ്ട്. ഒരാവേശത്തോടെ സണ്ണി പറഞ്ഞു. എങ്കിൽ നമുക്കൊരു കൈ നോക്കാം സണ്ണി. അരവിന്ദൻ കസേരയിൽ ഒന്നിളകിയിരുന്നു. സണ്ണി 1-2 നിമിഷം മൂകനായി. പിന്നെ അരവിന്ദൻ്റെ മുമ്പിൽ മനസ്സു തുറന്നു. നെല്ലിപ്പൊയിലിൽ ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാമെന്ന് പറഞ്ഞത് വറീതട്ടൻ്റെ മകൻ ബെന്നിയാണ്. മസ്കറ്റിലേക്ക് പോകാനുള്ള പണം അവൻ ബാങ്കിലിട്ടിട്ടുണ്ടായിരുന്നു. തൽക്കാലം അതൊന്ന് മറിക്കാൻ തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും പിന്നെയൊന്നും ആലോചിച്ചില്ല. അച്ചായനും മൗനാനുവാദം തന്നു. പുല്ലന്തറ അച്ഛനോട് അച്ചായനാണ് ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ പോകുന്ന കാര്യം പറഞ്ഞത്. പുല്ലന്തറ അച്ഛൻ ലോണ് പോലെ 10,000 രൂപ തന്നു. ബെന്നി ബാങ്കിൽ കിടന്ന 60,000 രൂപ എടുത്തു തന്നു. വിസ ശരിയായാൽ തിരിച്ചു തരണമെന്ന വ്യവസ്ഥയിലാണെന്ന് മാത്രം. ഞാനത് സമ്മതിച്ചു. അമ്മച്ചിയുടെ പേരിൽ നാരങ്ങാത്തോട്ടത്തിൽ 15 സെന്റ് സ്ഥലമുണ്ടായിരുന്നു. അത് വിറ്റാൽ ബെന്നിയുടെ രൂപ മടക്കി കൊടുക്കാം.
അച്ചായനോടും അമ്മച്ചിയോടും ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നു അത്. സണ്ണി ഒന്ന് നിർത്തി. ആ സമയം ഇരുളിൽ താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരാൾ സണ്ണിയുടെ വീടിന് പിന്നിലെത്തി. സണ്ണിയെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ച മനുഷ്യനായിരുന്നു അത്. മേടയിൽ കുര്യച്ചൻ്റെ പുതിയ കെട്ടിടത്തിൽ ഒരു പീഡികമുറി ചോദിക്കാമെന്ന് പറഞ്ഞത് അച്ചായനാണ്. പള്ളി കഴിഞ്ഞ് അച്ചായനും പുല്ലന്തറ അച്ഛനും കൂടി കുര്യാച്ചനോട് സംസാരിച്ചു. 10,000 രൂപ അഡ്വാൻസും 750 രൂപ വാടകയും വേണമെന്ന് കുര്യാച്ചൻ പറഞ്ഞു. അച്ചായൻ സമ്മതിച്ചു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. എഗ്രിമെൻ്റ് എഴുതി, അഡ്വാൻസും 1 മാസത്തെ വാടക മുൻകൂർ നൽകി മുറി സ്വന്തമാക്കി. പെയിൻറ്റിങ്, അലുമിനിയം ഫാബ്രിക്കേഷൻ, ഫേർണിഷിംഗ് എല്ലാം നടത്തി. നല്ലൊരു തുക അതിനും ചെലവായി. ഞാനും ബെന്നിയും കൂടി താമരശ്ശേരിയിൽ പോയി പഴയൊരു മാരുതിക്കാർ കണ്ട് വില പറഞ്ഞു. 75,000 പാർട്ടി പറഞ്ഞു. 65 ഉറപ്പിച്ചു. 40 കൊടുത്തു. ബാക്കി തുക മാസാമാസം അടച്ചു തീർക്കാമെന്ന ഉറപ്പിന്മേൽ കാറ് വിട്ടു തന്നു. സെൻറ് മേരീസ് ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനം നിർവഹിച്ചത് ഫാദർ സേവ്യർ പുല്ലന്തറയാണ്. ആ രംഗങ്ങൾ മനസ്സിൽ കാണുന്നത് പോലെ സണ്ണി ഒരല്പസമയം കണ്ണുകളടച്ച് മിണ്ടാതെ ഇരുന്നു. അരവിന്ദൻ ഒരു സിഗരറ്റ് കത്തിച്ചു. ഡെയ്സി സണ്ണിയുടെ മുഖത്ത് തന്നെ കണ്ണു നട്ടിരിക്കുകയായിരുന്നു. കഥകളെല്ലാം അവൾക്കും അറിയില്ലായിരുന്നു. എപ്പോഴാണ് റോസ്മേരിയെ സണ്ണി കാണുന്നത്? 1-2 മിനിറ്റ് നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അരവിന്ദൻ ചോദിച്ചു. സ്കൂൾ തുടങ്ങി ഏതാണ്ട് 6 മാസം കഴിഞ്ഞാണ് ഞാൻ റോസിയെ പരിചയപ്പെടുന്നത്. അതിനു മുമ്പ് നേർക്കുനേർ കണ്ടിട്ടുണ്ടെങ്കിലും ഒന്നും സംസാരിച്ചിട്ടില്ലായിരുന്നു. ഒരു ദിവസം ജാൻസിമോളുടെ കൂടെയാണ് റോസി ഡ്രൈവിംഗ് സ്കൂളിൽ എത്തിയത്. ഡെയ്സി ഇരുന്ന് കോട്ടുവാ വിട്ടു. ചേച്ചിക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കിടന്നു, ഞങ്ങൾ കിടക്കാൻ കുറച്ച് നേരം വൈകും, സണ്ണി പറഞ്ഞു. എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല, ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാം. ഡെയ്സി എണീറ്റ് അകത്തേക്ക് പോയി. സാറിന് ബോറടിക്കുന്നില്ലല്ലോ? ഏയ്, ഒരിക്കലുമില്ല, സണ്ണി പറഞ്ഞോളൂ. പിറ്റേ ശനിയാഴ്ച മുതൽ റോസി ഡ്രൈവിംഗ് പഠിക്കാൻ വരാൻ തുടങ്ങി. കാറിൽ കയറി കഴിഞ്ഞാൽ അവൾ എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുമായിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പെണ്ണിന് പ്രേമത്തിൻ്റെ അസുഖം. ഡ്രൈവിംഗ് പഠിക്കുന്നതിലൊന്നും ഒരു താല്പര്യവുമില്ല. ഞാൻ ആകെ അമ്പരന്ന് പോയി. അവളും ഞാനും ആകാശവും ഭൂമിയും പോലത്തെ അന്തരമുണ്ട്. മാത്രമല്ല, കുര്യച്ചൻ അറിഞ്ഞ എൻ്റെ ഡ്രൈവിംഗ് സ്കൂൾ പോലും കാണില്ല. ഞാനത് അവളോട് പറഞ്ഞു. എനിക്ക് സണ്ണിച്ചനെ മറക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? റോസ്മേരിയുടെ ചോദ്യത്തിന് മുമ്പിൽ സണ്ണി പകച്ചുപോയി. റോസി, നീ എന്താണ് ഈ പറയുന്നത്? നീ ആരാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ ഡാഡിയും ജോയിച്ചായും അറിഞ്ഞ എൻ്റെ സ്ഥിതി എന്താകുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? എനിക്കതൊന്നും അറിയണ്ട. സണ്ണിച്ചനെ എനിക്കിഷ്ടം. ഇപ്പോഴെനിക്ക് അത് മാത്രമേ അറിയൂ. അവൻ്റെ കവിൾ പിടിച്ച് തൻ്റെ മുഖത്തോട് ചേർത്ത് അവൾ ചുംബിച്ചു. ഓർക്കാപ്പുറത്ത് ശീതക്കാറ്റ് വീശിയതുപോലെ സണ്ണി ഒന്ന് പുളഞ്ഞു. സാറേ, നേരെ നോക്കി വണ്ടി വിട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇടിക്കും. അപ്പോഴാണ് താൻ കാർ ഓടിച്ചു കൊണ്ടിരിക്കുകയാണെന്ന ചിന്ത സണ്ണിക്കുണ്ടായത്. അവൻ ബ്രേക്ക് അമർത്തി. എന്താ സാറേ വണ്ടി നിർത്തിയത്? റോസി, നീ എൻ്റെ കൊലയ്ക്ക് കൊടുത്ത് അടങ്ങും അല്ലേ? എൻ്റെ സണ്ണിച്ച, ഞാൻ നിങ്ങളൊരാളാണെന്ന് കരുതിയാ സ്നേഹിച്ചത്. സണ്ണിച്ചൻ ഇത്ര പേടിത്തൊണ്ടനാണെന്ന് ഞാൻ കരുതിയില്ല. വലിയ വീട്ടിലെ പെണ്ണിനെ സ്നേഹിക്കുമ്പോൾ കുറച്ച് റിസ്ക് ഒക്കെ കണ്ടിട്ടില്ലേ? കാമുകൻ ഒറ്റയ്ക്ക് നിന്ന് ശത്രുക്കളെയൊക്കെ അടിച്ച് താഴെയിട്ട് സ്നേഹിച്ച് പെണ്ണുമായി പോകുന്നത്. റോസി, നിന്നെപ്പോലെയുള്ള വലിയ വീട്ടിലെ പെൺപിള്ളേർക്ക് ജീവിതം സിനിമ പോലെയാണ്. പക്ഷേ എന്നെപ്പോലുള്ളവർക്ക് അങ്ങനെയല്ലെന്ന് നീ ആദ്യം മനസ്സിലാക്കണം. പണമുള്ളവർക്ക് എന്തുമാകാം. പാവങ്ങളെ തോന്നുമ്പോൾ പ്രേമിക്കാം, മതിയാകുമ്പോൾ ഒഴിവാക്കാം. ഇതൊക്കെ ഒരുപാട് ഈ നാട്ടിൽ നടക്കുന്നതാ മോളെ. നീ എന്നെ വിട്ടേക്ക്, ഞാൻ എങ്ങനെയെങ്കിലും റേഷൻ മേടിച്ച് ജീവിച്ചോളാം. അയ്യേ, ഈ സണ്ണിച്ചൻ. എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോയി ഡാഡിയോട് പറഞ്ഞു കൊടുക്കും സണ്ണിച്ചന് എന്നോട് പ്രേമമാണെന്ന്. ഡോർ തുറന്ന് പുറത്തിറങ്ങിയ റോസി പറഞ്ഞു. അയ്യോ, ചതിക്കല്ലേ മോളെ. അവൻ്റെ ഭാവമാറ്റം കണ്ട് ചിരിച്ചുകൊണ്ട് റോസി ഓടിപ്പോയി. ഞാൻ എത്ര പറഞ്ഞിട്ടും അവൾ പിന്തിരിഞ്ഞില്ല. പിന്നെ എനിക്കും അവളോടുള്ള ഇഷ്ടം കൂടിക്കൂടി വന്നു. റോസിയുടെ സ്നേഹം കളങ്കമില്ലാത്ത ആത്മാർത്ഥ സ്നേഹമാണെന്ന് എനിക്ക് മനസ്സിലായി. ജാൻസിമോൾക്ക് എല്ലാം അറിയാമായിരുന്നു. അവൾക്ക് റോസി ചേച്ചിയെ ജീവനായിരുന്നു. ഒരു ദിവസം ഡ്രൈവിംഗ് പഠിക്കാൻ വന്ന റോസി എന്നോട് പറഞ്ഞു. സണിജ, ജോയിച്ചായന് എന്തോ സംശയമുണ്ടെന്ന് തോന്നുന്നു. ഇനി നമ്മൾ സൂക്ഷിക്കണം. ജോയിച്ചായൻ ചിലപ്പോൾ നമ്മളെ വാച്ച് ചെയ്യാൻ ചാരന്മാരെ അയക്കും.
സണ്ണി ഒന്ന് മൂളി. താൻ ഓരോ നിമിഷവും ഭയപ്പെട്ടിരിക്കുന്നത് സംഭവിക്കാൻ പോകുന്നതായി അവന് തോന്നി. കുറച്ച് ദിവസത്തേക്ക് റോസി വന്നില്ല. എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റുമായിരുന്നില്ല. ഞാൻ ഭയപ്പെട്ടതുപോലെ സംഭവിച്ചു. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ബംഗ്ലാവിൽ എല്ലാവരും അറിഞ്ഞു. നേരത്തെ സംശയമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്തവണ ജോയിക്കുട്ടി കയ്യോടെ പിടികൂടി. സണ്ണിച്ച, ഇങ്ങനെ മുമ്പോട്ട് പോകാൻ എനിക്കിനി വയ്യ. വീട്ടിൽ എല്ലാവർക്കും നല്ല സംശയമുണ്ട്. ഇപ്പോൾ ഞാനൊരു കൂട്ടുകാരെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ആ നാശം പിടിച്ച കുഞ്ഞച്ചനെ പിന്നാലെ വിടും. സണ്ണിയുടെ നെഞ്ചിൽ തല ചായച്ചുകൊണ്ട് റോസി പറഞ്ഞു. ഇത്ര പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ റോസി, നിനക്കറിയാലോ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ. ഞാൻ പിന്നെ എന്ത് ചെയ്യും സണ്ണിച്ച? എനിക്ക് തിരക്കിട്ട് കല്യാണം ആലോചിക്കുന്നുണ്ട്. ഞാൻ അറിയാതെയാണെന്ന് മാത്രം. എങ്കിൽ അതിലേതെങ്കിലും ഒരെണ്ണത്തിന് സമ്മതിക്കുക. അതാ ഇനി നമുക്ക് രണ്ടാൾക്കും മുമ്പോട്ടുള്ള ജീവിതത്തിന് നല്ലത്. കുറച്ച് തമാശയോടെ സണ്ണി പറഞ്ഞു. ഇതിനു വേണ്ടിയാണോ ഞാൻ സണ്ണിച്ചനെ സ്നേഹിച്ചത്? സണ്ണിച്ചനല്ലാതെ മറ്റാരെങ്കിലും താലി കെട്ടുന്നത് എൻ്റെ ശവത്തിലായിരിക്കും. നോക്കിക്കോ. എത്രയും പെട്ടെന്ന് ഞാനൊരു വഴി കണ്ടെത്താം റോസി. നീ വിഷമിക്കാതെ. അരുമയോടെ അവളുടെ മുതുകിൽ തടവിക്കൊണ്ട് സണ്ണി പറഞ്ഞു. എടാ നായിൻ്റെ മോനെ! പടക്കം പൊട്ടുന്നത് പോലെ ഒരലർച്ച, ഒപ്പം ഗ്ലാസ് തകർന്നു വീഴുന്നതിൻ്റെ ശബ്ദവും. റോസിയും സണ്ണിയും ചാടി എണീറ്റു. ഞെട്ടിപ്പോയി. ജോയിക്കുട്ടിയും കുഞ്ഞച്ചനും തൊട്ടു മുമ്പിൽ. കയ്യിലിരുന്ന ജാക്കിലിവർ കൊണ്ട് ജോയിക്കുട്ടി ഗ്ലാസ് ഡോർ അടിച്ചു തകർത്തു. ശബ്ദം കേട്ട് ചുറ്റുപാടുമുള്ള ആളുകൾ ഓടിക്കൂടി. അടിച്ചു തകർക്കടാ അവൻ്റെ കോപ്പല്ല. ജോയ്ക്കുട്ടി പറഞ്ഞു തീരും മുമ്പ് കുഞ്ഞച്ചൻ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്ത മുൻഭാഗത്തെ ഗ്ലാസ് മുഴുവനും തകർത്ത് തരിപ്പണമാക്കി. ഇതാണോടാ നിന്റെ ഡ്രൈവിംഗ് പഠിപ്പീര്? നിനക്ക് പ്രേമിക്കാൻ മേടയിലെ പെണ്ണിനെ മാത്രമേ കണ്ടോളോ? പാഞ്ഞു വന്ന ജോയ്ക്കുട്ടി സണ്ണിയെ ആഞ്ഞു ചവിട്ടി. ചവിട്ടേറ്റ സണ്ണി കസേരയ്ക്ക് മുകളിലേക്ക് വീണ് നിലത്തേക്ക് മറിഞ്ഞു. തടസ്സം പിടിക്കാൻ ചെന്ന റോസിയുടെ കരണ്ടത്തൊരു പൊട്ടീരും കൊടുത്തു. വാടി പട്ടിച്ച്, ഇന്നുകൊണ്ട് നിന്റെ പഠിത്തം നിർത്തിയേക്കാം. ജോയിക്കുട്ടി അവളെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. കുടുംബത്തിന്റെ മാനം കെടുത്താൻ നടക്കുന്നു. ജോയിക്കുട്ടി പെറുപെറുക്കുന്നത് റോസി കേട്ടു. മുറ്റത്ത് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന എൽബോർഡ് വെച്ച മാരുതി അപ്പോഴാണ് ജോയിക്കുട്ടി കണ്ടത്. അവൻ കുഞ്ഞച്ചന്റെ കയ്യിൽ നിന്നും ജാക്കി ലിവർ വാങ്ങി കാറിന്റെ ഗ്ലാസുകളെല്ലാം അടിച്ചു പൊട്ടിച്ചു. അവന്റെ അമ്മയുടെ ഒരു സ്കൂള്! നാളെ നേരം വെളുക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ കണ്ടുപോകരുത്. വാടി! ജോയ്ക്കുട്ടി റോസിയെ വലിച്ചഴിച്ച് റോഡിൽ നിർത്തിയിട്ടിരുന്ന 540 ജീപ്പിൽ കയറി. കുഞ്ഞച്ചൻ ഓടിച്ചെന്ന് പിന്നിൽ കയറി. ജീപ്പ് വെട്ടിത്തിരിഞ്ഞ് പാഞ്ഞുപോയി. സണ്ണി വീണെടുത്തു നിന്നും എണീറ്റു. വീഴ്ചയിൽ തല ഭിത്തിയിലിടിച്ച് അല്പം ചോര പൊടിയുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു ഇവന്റെ ഡ്രൈവിംഗ് പഠിപ്പീര്. ഇപ്പോഴല്ലേ തനി നിറം പുറത്തായത്. ചുറ്റും കൂടി നിന്നവർ പെറുപിറുക്കുന്നത് കേട്ടപ്പോൾ സണ്ണിയുടെ ഇടനെഞ്ച് കത്തി. വിവരം അറിഞ്ഞ് മറീതട്ടൻ ഓടി വന്നു. തല്ലി തകർത്ത സണ്ണിയുടെ മുറിയും കാറും കണ്ട് സ്തബ്ധനായി നിന്നുപോയി. മോനെ! മറീതട്ടൻ ഓടി അകത്തു കയറി. എന്താടാ ഉണ്ടായത്? സങ്കടം കാരണം സണ്ണിക്ക് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. തൊട്ടപ്പുറത്തെ കച്ചവടക്കാരൻ പറഞ്ഞാണ് മറീതട്ടൻ വിവരം അറിഞ്ഞത്. സണ്ണിച്ച, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ മോനെ? സണ്ണി മറുപടി പറയാനാവാതെ മുഖം താഴ്ത്തി. പള്ളിമേടയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴാണ് പാപ്പച്ചി വിവരം അറിയുന്നത്. ഉടനെ നെല്ലിപ്പൊയിലേക്ക് ഓടി. മകൻ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന മുറിയുടെ മുമ്പിലെത്തിയ പാപ്പച്ചി ഹൃദയം തകർന്ന് നിലവിളിച്ചു പോയി. എന്താ പറയുന്നത് സംഭവിച്ചത്? ഒന്നും മനസ്സിലാക്കാതെ പാപ്പച്ചി ചുറ്റുപാടും നോക്കി. മോനോട് തന്നെ ചോദിച്ചു നോക്ക്. മറീതേട്ടന്റെ ശബ്ദത്തിലെ പൗരുഷം പാപ്പി തിരിച്ചറിഞ്ഞില്ല. സാവധാനത്തിൽ കഥകളൊക്കെ അറിഞ്ഞ പാപ്പച്ചി ഇതികർത്തവ്യവധം മൂടനായി നിന്നുപോയി. ഒടുവിൽ ഇത്ര മാത്രം ചോദിച്ചു. പൊന്നു മോനെ, നിനക്ക് പ്രേമിക്കാൻ വേറെ ആരെയും കിട്ടിയില്ലടാ? മറീതേ, നീ സണ്ണിയെ വിളിച്ചോണ്ട് പോ. എനിക്കവനെ ഒന്ന് കാണണം. മേടയിലെ തന്തയ്ക്ക് പിറക്കാത്ത സന്തതിയെ. അച്ചായ, വഴക്കിനൊന്നും പോകണ്ട, സണ്ണി പറഞ്ഞു. എന്തു വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ വേഗം വീട്ടിലേക്ക് ചെല്ല്. അച്ചായൻ്റെ മുഖം കണ്ടപ്പോൾ സണ്ണിക്ക് പേടി തോന്നി. തെറ്റ് തൻ്റെ ഭാഗത്താണ്. ആര് കേട്ടാലും താൻ കാണിച്ചത് തെണ്ടിത്തരമാണെന്നേ പറയൂ. പിന്നെ ഇപ്പോൾ അച്ചായൻ ബംഗ്ലാവിലേക്ക് ചെന്ന... എടാ, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? വീട്ടിലോട്ട് പോകാൻ. അച്ചായൻ ഒരിക്കൽ പോലും തന്നോട് ഇത്ര ദേഷ്യപ്പെട്ടിട്ട് സംസാരിച്ചിട്ടില്ല. സണ്ണി ഓർത്തു. അവൻ തല താഴ്ത്തി. തങ്കച്ച, നിന്റെ ഓട്ടോയുടെ മേടയിൽ കുര്യച്ചൻ്റെ വീട് വരെ പോകണം. കടയ്ക്ക് മുമ്പിൽ നിന്ന ഓട്ടോ തങ്കനോട് പാപ്പച്ചി പറഞ്ഞു. തങ്കൻ പോയി ഓട്ടോ എടുത്തുകൊണ്ട് വന്നു. പാപ്പച്ചി ഓട്ടോയിൽ കയറി. പോകാം.
തങ്കൻ ഓട്ടോ മുന്നോട്ടെടുത്തു. ഇന്ന് പലതും സംഭവിക്കും. ആളുകൾ അടക്കം പറഞ്ഞു. മേടയിൽ ബംഗ്ലാവിന്റെ മുറ്റത്ത് തന്നെ തങ്കൻ ഓട്ടോ നിർത്തി. പാപ്പച്ചി ഇറങ്ങി. നീ ഇവിടെ തന്നെ കാണണം. ഞാൻ അവനോട് 2 വർത്തമാനം പറഞ്ഞിട്ട് വരാം. തോളത്ത് കിടന്ന തോർത്തുമുണ്ടെടുത്ത് കുടഞ്ഞിട്ടുകൊണ്ട് പാപ്പച്ചി സിറ്റ് ഔട്ടിലേക്ക് കയറി. തങ്കൻ ആ പോക്ക് നോക്കി തരിച്ചിരുന്നു. പാപ്പച്ചി കോളിംഗ് ബെൽ അമർത്തി. വേലക്കാരി സീതമ്മയാണ് വാതിൽ തുറന്നത്. എവിടെടി അവൻ, നിന്റെ മുതലാളി? ഡ്രോയിങ് റൂമിലേക്ക് കയറി പാപ്പച്ചി ചോദിച്ചു. ഞാൻ ഇവിടെ ഉണ്ടടോ കപ്പ്യാരെ. പാപ്പച്ചി തല തിരിച്ചു. തൊട്ടപ്പുറത്തെ വാതിൽ തുറന്ന് കുര്യാച്ചൻ ഇറങ്ങി വന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ടാണോ മകനെ ഇങ്ങനെ കയറൂരിയിട്ടിരിക്കുന്നത്? നിനക്ക് എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നില്ലേ കുര്യച്ച? രോഷത്തോടെ പാപ്പച്ചി ചോദിച്ചു. തന്നോട് പറയാൻ ഇത് പള്ളിക്കാര്യമൊന്നുമല്ലല്ലോ കപ്പ്യാരെ, എൻ്റെ വീട്ടുകാര്യമല്ലേ. പള്ളിക്കാര്യം വരുമ്പോ തന്നോട് പറയാം. എന്താ അതുപോലെ? കുര്യച്ചൻ കസേര വലിച്ചിട്ടിരുന്നു. എൻ്റെ മകൻ നിന്റെ മകളെ പ്രേമിച്ചതിന് അവനെ മാത്രം കുറ്റക്കാരനാക്കിയത് ശരിയായില്ലേ കുര്യച്ച? നിന്റെ മോള് കണ്ണും കൈയും കാണിച്ച് എൻ്റെ മോനെ വശത്താക്കിയും പോരാന്ന് അവന്റെ കടയും കാറും തല്ലി തകർത്തത് പൂകൃത്തരമായി പോയി. താൻ രോഷം കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല പാപ്പച്ചി. തൻ്റെ മകന് എൻ്റെ മകളെ പ്രേമിക്കാൻ എന്ത് യോഗ്യതയാണോട് ഉള്ളത്? അവന്റെ ഒടുക്കത്തെ ആഗ്രഹം കൊള്ളാം. തൻ്റെ മോനല്ലേ മോശമാവുന്നത് എങ്ങനെ? എൻ്റെ പീഡിക മുറിയിലിരുന്ന് എൻ്റെ മകളെ പ്രേമിക്കാൻ അവൻ കാണിച്ച ധൈര്യം അപാരം തന്നെ. ഇപ്പൊ കാറും കടയും മാത്രമേ പോയിട്ടുള്ളൂ. ഇതൊരു മുന്നറിയിപ്പാണ്. ഇനിയും എൻ്റെ മകളുടെ പിന്നാലെ വരാനാണ് മകന്റെ ഭാവമെങ്കിൽ അവന്റെ അന്ത്യമണി തൻ്റെ കൈകൊണ്ട് അടിക്കേണ്ടി വരും. ചെന്ന് പറഞ്ഞേക്ക് പൊന്നാര മോനോട്. കുര്യച്ച, നീ ഒരു പുല്ലും ചെയ്യില്ലടാ. ഒന്ന് ഓർത്തോ, എൻ്റെ മോന് നിന്റെ മോളെ ഇഷ്ടമാണെങ്കിൽ ആരൊക്കെ എതിർത്താലും അവൻ അവളെ കിട്ടിയിരിക്കും. ഞാനത് നടത്തി കൊടുക്കുമടാ. താനങ്ങ് ഒലത്തും. അതുവരെ അവൻ ജീവനോടിരിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടോ? ഉണ്ടടാ, ഉണ്ട്. അവൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാ. പക്ഷേ നിന്റെ മകന്റെ തന്ത ആരാണെന്ന് നിന്റെ കെട്ടിയോൾക്ക് തന്നെ നിശ്ചയം കാണില്ല. കൂപ്പിലെ തടിലേലത്തിൽ പിടിച്ച കുഞ്ഞാലിക്കോയ നിന്റെ പെരയിലല്ലായിരുന്നോടാ പൂർതി. അവന്റെ മോന്തയാ നിന്റെ മോനെന്ന് ഏത് കണ്ണുപൊട്ടനും പറയും. നോയിന്റെ മോനെ, എന്റെ വീട്ടിൽ കയറി വന്ന് തിണ്ടിത്തരം പറയുന്നു. ചാടി എണീറ്റ കുര്യാച്ചൻ പാപ്പച്ചിയെ ആഞ്ഞടിച്ചു. പാപ്പച്ചി കുര്യാച്ചന്റെ കൈ തടുത്തു. വേണ്ട കുര്യാച്ച, ശരീരത്തിന് മാത്രമേ വാർദ്ധക്യം ബാധിച്ചിട്ടുള്ളൂ. മനസ്സ് പഴയത് തന്നെയാ. 40 കൊല്ലം മുമ്പത്തെ. കപ്പ്യാര് പാപ്പച്ചിക്ക് പള്ളിമണി അടിക്കാൻ മാത്രമല്ല, നിന്നെ പോലുള്ള തന്തയ്ക്ക് പറക്കാത്ത പുത്തൻ പണക്കാരുടെ അണപ്പല്ലടിച്ച് താഴെ ഇടാനും കഴിയും. കാണോ നിനക്ക്? എടാ കുര്യച്ച, നിനക്കൊരു പഴയ കാലമുണ്ടായിരുന്നു, അത് മറക്കണ്ട. പാലാ ചന്തയിൽ 3/4 ചക്രത്തിന് ഉന്തുവണ്ടി വലിച്ചുകൊണ്ട് നടന്ന കാലം. ഞാൻ കാരണമാണ് അന്ന് അരുവനാൽ കുന്നിൽ മാണിക്കുഞ്ഞിന്റെ ലോറിയിൽ നിനക്ക് ഡ്രൈവർ പണി കിട്ടിയത്. ഈത്തപ്പഴം കയറ്റി വന്ന ലോറിയിൽ നിന്നും സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കിട്ടിയപ്പോ നിന്റെ സ്വഭാവം മാറി. തുല്യമായി വീതിക്കാമെന്ന് പറഞ്ഞ നീ അതുമായി സ്ഥലം വിട്ടു. പിന്നെ നിന്നെ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷം ഈ മഞ്ഞുവയലിൽ വെച്ച്. നീ ഇപ്പോ പുത്തൻ പണക്കാരനും ഞാൻ വെറും ചെറ്റിയും അല്ലടാ. ഒന്നും ഞാൻ മറന്നിട്ടില്ല. നിന്റെ നാറുന്ന കഥകളൊക്കെ ഇനിയാണെങ്കിലും ഈ നാട്ടുകാരോട് വിളിച്ചു പറയാൻ എനിക്ക് കഴിയും. കാണാ നിനക്ക്? അതേടോ പീറ കപ്പ്യാരെ, ഞാനും ഒന്നും മറന്നിട്ടില്ല. തെളിവുകൾ ബാക്കി വെച്ചത് എന്റെ തെറ്റ്. പക്ഷേ അത് നിന്റെ മിടുക്ക് കൊണ്ടാണെന്ന് വിചാരിക്കേണ്ട. ഇപ്പൊ ഞാൻ വിചാരിച്ചാലും അതില്ലാതാക്കാൻ എനിക്ക് കഴിയും. നീ ഒരു പുല്ലും ചെയ്യില്ല കുര്യാച്ച. പോട്ടെ. ഒരു കൊടുങ്കാറ്റ് പോലെ പാപ്പച്ചി മുറ്റത്തേക്കിറങ്ങി. വൈകുന്നേരം സണ്ണി നെല്ലിപ്പൊയിലിൽ വന്നു. അവന് യാതൊരു കൂസലുമില്ലായിരുന്നു. അവൻ വറീദേട്ടന്റെ കടയിൽ കയറിയിരുന്നു. ഒരു ചായ. വറീദേട്ടൻ ചായ കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു. സണിച്ച, ഇതൊന്നും നമുക്ക് വേണ്ടായിരുന്നു മോനെ. വറീദേട്ടൻ വിഷമിക്കണ്ട. പ്രായപൂർത്തിയായ ഒരാണിനും പെണ്ണിനും പ്രേമിക്കാൻ പാടില്ലെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അവൻ ചായ എടുത്ത് ഒരു ഇറക്ക് കുടിച്ചു. അപ്പോഴാണ് ഓട്ടോ തങ്കൻ കടയിലേക്ക് ഓടി വന്നത്. വറീദേട്ടാ, സണ്ണിച്ചൻ ഇങ്ങോട്ട് വന്നോ? എന്താ തങ്കച്ച? സണ്ണി ഉദ്യോഗത്തോടെ അവനെ നോക്കി. ജോയ്ക്കുട്ടിയും കുഞ്ഞച്ചനും ചേർന്ന് സണ്ണിയുടെ കടയിലെ സാധനങ്ങൾ മുഴുവൻ വലിച്ചു പുറത്തേക്കിടുന്നു. സണ്ണി ചാടി എണീറ്റ് കടയിലേക്ക് കുതിച്ചു. സണ്ണി ഒരു കൊടുങ്കാറ്റ് പോലെ കടയിൽ നിന്ന് ഇറങ്ങി ഓടി. പിന്നാലെ വറീദേട്ടനും ഓട്ടോ തങ്കനും ഉണ്ടായിരുന്നു. മോനെ സണ്ണിച്ച, വഴക്കിനൊന്നും പോകണ്ട. ഓടുന്നതിനിടയിൽ വറീദേട്ടൻ വിളിച്ചു പറഞ്ഞു. പക്ഷേ അവന്റെ മനസ്സും ശരീരവും മറ്റൊരു ലക്ഷ്യത്തിലായിരുന്നു.
തന്റെ കടയുടെ മുമ്പിലെത്തിയ സണ്ണി ഒരു നിമിഷം പകച്ചു നിന്നുപോയി. ജോയ്ക്കുട്ടിയും ഗുണ്ടകളും ചേർന്ന് ഡ്രൈവിംഗ് സ്കൂളിലെ സാധനങ്ങൾ മുഴുവനും വാരി പുറത്തേക്ക് എറിയുന്നു. വില പിടിച്ച പലതും മുറ്റത്ത് വീണ് ചിതറിക്കിടക്കുന്നു. അക്കൂട്ടത്തിൽ ഡ്രൈവിംഗ് ലൈസൻസിന് കൊടുക്കാൻ വെച്ച ഫോട്ടോ ഒട്ടിച്ച ഫോമുകളും ഉണ്ടായിരുന്നു. എടാ! ഈറ്റപ്പുലിയുടെ ശൗര്യത്തോടെ സണ്ണി പാഞ്ഞു ചെന്ന് ഒരുത്തന്റെ അടിവയർ നോക്കി ഒരു ചവിട്ട്. അവൻ നിലവിളിച്ചുകൊണ്ട് തറയിലേക്ക് വീണു. അപ്പോൾ അകത്തു നിന്നും മിന്നലുപോലെ കുഞ്ഞച്ചൻ ചാടിയിറങ്ങി. കുഞ്ഞച്ച, അവന്റെ ഡ്രൈവിംഗ് പഠിപ്പീര് ഇന്നത്തോടെ തീർത്തേരെ, ജോയ്ക്കുട്ടി വിളിച്ചു പറഞ്ഞു. പീഡിക മുറിയിൽ കിടന്ന ഒരു സ്റ്റൂൾ എടുത്തുകൊണ്ട് കുഞ്ഞച്ചൻ പാഞ്ഞു വന്ന് സണ്ണിയെ അടിച്ചു. ആ അടി തടുത്തിട്ട് സണ്ണി കുഞ്ഞച്ചന്റെ കൈ പിടിച്ച് പിന്നിലേക്ക് തിരിച്ച് പുറത്തിനിട്ട് ഒരു ചവിട്ട് കൊടുത്തു. കുഞ്ഞച്ചൻ മുറ്റത്ത് കിടന്ന മാരുതിക്കാരന്റെ മുകളിലേക്ക് വീണു. കത്തിച്ചു കളയടാ അവന്റെ കോപ്പല്ല, ജോയ്ക്കുട്ടി പറഞ്ഞതും ഒരുത്തൻ ലൈറ്റർ ഉരച്ച് ഫയലുകൾക്കും ചിതറിക്കിടക്കുന്ന പേപ്പറുകൾക്കും തീ കൊടുത്തു. സണ്ണി ചാടി അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭിത്തിയിലേക്ക് ചാരി നിർത്തി നാഭിക്ക് മുട്ടുകാലുകൊണ്ടൊരു പ്രയോഗം നടത്തി. സണ്ണിച്ച, വേണ്ട! ആൾക്കൂട്ടത്തിനിടയിലൂടെ വറീതേട്ടൻ സണ്ണിയുടെ അടുത്തേക്ക് വന്നു. വറീതേട്ടാ, യുവമാരെ അങ്ങനെ വിട്ടാ പറ്റില്ല, സണ്ണി പുലമ്പിക്കൊണ്ട് കുഞ്ഞച്ചിനിട്ട് ഒരു തൊഴി കൊടുത്തു. അപ്പോൾ വറീതേട്ടൻ സണ്ണിയെ കയറി പിടിച്ചു. വേണ്ടെന്നല്ലേ പറഞ്ഞത്, വിട് വറീതേട്ടാ. സണ്ണി കുതിർക്കാൻ ശ്രമിച്ചപ്പോൾ വേറെ ഒന്ന് രണ്ടാളുകളും വറീതേട്ടനെ സഹായിക്കാനെത്തി. അവർ സണ്ണിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി. തങ്കച്ച, നീ പള്ളിമേടയിൽ ചെന്ന് പാപ്പച്ചിയെ വിളിച്ചോണ്ട് വാ, വറീതേട്ട പറഞ്ഞു. തങ്കൻ ഓടിച്ചെന്ന് ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് പള്ളിമേടയിലേക്ക് വിട്ടു. തങ്കൻ മുറ്റത്ത് ഓട്ടോ നിർത്തി. അച്ചോ, പാപ്പച്ചി ചേട്ടൻ ഇങ്ങോട്ട് വന്നോ? ഓട്ടോയിൽ നിന്ന് ചാടിയിറങ്ങിയ തങ്കൻ ചോദിച്ചു. ഇല്ല, എന്താ തങ്കച്ച? അച്ഛൻ ഉദ്യോഗത്തോടെ തിരക്കി. അച്ചോ, നമ്മുടെ ചെത്തിമറ്റ സണ്ണിച്ചനെ മേടയിൽ ജോയിക്കുട്ടിയും ഗുണ്ടുകളും അങ്ങാടിയിലിട്ട് തല്ലുന്നു. സണ്ണിച്ചന്റെ ഡ്രൈവിംഗ് സ്കൂൾ അടിച്ചു പൊളിച്ച് സാധനങ്ങളെല്ലാം വാരി പുറത്തിട്ട് കത്തിച്ചു. ഒറ്റ ശ്വാസത്തിൽ തങ്കൻ അത്രയും പറഞ്ഞൊപ്പിച്ചു. എന്റെ കർത്താവേ, യവന്മാർ എന്തു ഭാവിച്ചാ? ഞാനും വരാം. അച്ഛൻ ഓട്ടോയിൽ കയറി. ഓട്ടോറിക്ഷ മേടയിൽ ബിൽഡിങ്ങിന്റെ മുമ്പിൽ നിന്നു. അച്ഛൻ പെട്ടെന്ന് ചാടിയിറങ്ങി. ജോയ്ക്കുട്ടി, നീ എന്ത് തെമ്മാടിത്തരമാണ് കാണിക്കുന്നത്? ഒരുത്തന്റെ ജീവിതമാർഗം തല്ലിപ്പൊളിച്ചിട്ട് വേണോ നിന്റെയൊക്കെ കൈകരുത്ത് തെളിയിക്കാൻ? അച്ഛൻ എന്തറിഞ്ഞിട്ടാ അവന് വക്കാലത്ത് പറയുന്നത്? ഞങ്ങളുടെ മുറിയിൽ ഇരുന്നിട്ട് അവൻ ചെയ്ത പണി എന്താണെന്ന് അച്ഛൻ അറിയാമോ? ജോയ്ക്കുട്ടി രോഷത്തോടെ അച്ഛനെ നോക്കി. എന്തായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ജോയ്ക്കുട്ടി, നീ ഒന്ന് അടങ്ങ്. അച്ഛൻ അതിനുവേണ്ടി ബുദ്ധിമുട്ടണമെന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇവൻ ഇവിടെ ഒന്നും പഠിപ്പിക്കേണ്ട, പഠിപ്പിച്ചതൊക്കെ ധാരാളം. അച്ഛൻ കൂടി പറഞ്ഞതുകൊണ്ടാണ് ഇവന് പീഡിയ മുറി സ്കൂൾ നടത്താൻ കൊടുത്തത്. അച്ഛൻ വന്നത് കണ്ട് വറീതേട്ടനും സണ്ണിയും അങ്ങോട്ട് വന്നു. ഞാൻ ഈ കേട്ടതൊക്കെ നേരാണോ സണ്ണി? അച്ഛൻ സണ്ണിയോട് ചോദിച്ചു. അവൻ ഉത്തരം പറയാതെ അച്ഛന്റെ മുഖത്ത് നിന്നും ദൃഷ്ടി മാറ്റി കളഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുമിടാ മോനെ? ദുഷ്ടന്മാർ എല്ലാം അടിച്ചു പൊളിച്ച് കളഞ്ഞില്ലേ? അച്ഛന്റെ ശബ്ദത്തിൽ നിരാശ കലർന്നിരുന്നു. ജോയ്ക്കുട്ടിയും കുഞ്ഞച്ചനും ചേർന്ന് പീഡിക മുറി അടച്ച് താഴിട്ട് പൂട്ടി. ജോയ്ക്കുട്ടി, നീ ഇപ്പൊ കാണിച്ചത് തീരെ ശരിയായില്ല. ഇവൻ കൃത്യമായിട്ട് വാടക തരുന്നില്ലേ? പിന്നെ ഇത് അടച്ചുപൂട്ടാൻ നിനക്കെന്താ അവകാശം? അച്ചോ, ഇത് ഞങ്ങളുടെ കെട്ടിടമാ. ഞങ്ങൾക്ക് മനസ്സുള്ളപ്പോ പൂട്ടും തുറക്കും. വാടാ, കുഞ്ഞച്ചനെ നോക്കി ജോയ്ക്കുട്ടി പറഞ്ഞു. നിൽക്ക് ജോയ്ക്കുട്ടി, ഞാൻ പറയുന്നത് നീ കേക്ക്. ഇവന്റെ ജീവിതമാർഗമാണ് നീയൊക്കെ ചേർന്ന് ഇല്ലാതാക്കിയത്. കുറ്റവും കുറവുകളും മനുഷ്യ സഹജമാണ്. തെറ്റ് ചെയ്യാത്തവരാരും ഈ ഭൂമിയിൽ ഇല്ല. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുമില്ല. നമുക്ക് സംസാരിച്ചൊരു തീർപ്പുണ്ടാക്കാം, അച്ഛൻ പറഞ്ഞു. വേണ്ട അച്ഛാ, ഇത് മേടയിൽ കുടുംബത്തിന്റെ പ്രശ്നമാ. എന്ത് തീർപ്പുണ്ടാക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അച്ഛൻ ഒരൊറ്റയാളാണ് ഇതിനൊക്കെ കാരണം. ജോയ്ക്കുട്ടി ക്ഷുഭിതനായി. എനിക്ക് നീയുമായി സംസാരിക്കണ്ട. നിന്റെ അപ്പം കുര്യാച്ചനെയാണ് കാണേണ്ടത്. അവനോട് പള്ളിമേടയിലേക്ക് വരാൻ പറ. എന്റെ അഭിപ്രായം തന്നെയാണ് ചോ എൻ്റെ അപ്പൻ്റെതും. 10 ഗുണം 10 ഗുണം, അച്ഛൻ പിറുപിറുത്തു. ജോയ്ക്കുട്ടി കുഞ്ഞച്ചനെയും ഗുണ്ടകളെയും വിളിച്ചോണ്ട് ജീപ്പിൽ കയറി. സണ്ണി, നിനക്കിങ്ങനെ ഒരു ബുദ്ധിമോശം പറ്റിയതിൽ എനിക്ക് വിഷമമുണ്ട്. നീ നിന്റെ നിലയും വിലയും മറക്കരുതായിരുന്നു. തെരുവ് പട്ടിയെ പോലെ വഴി കിടന്ന് തല തല്ലി കീറാൻ നിനക്ക് എങ്ങനെ തോന്നി? ആ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നീ വേഗം വീട്ടിലോട്ട് ചെല്ല്. ഞാനൊന്ന് കുര്യാച്ചനുമായി സംസാരിക്കട്ടെ. അപ്പോഴാണ് പാപ്പച്ചി ഓടിക്കതിച്ച് വന്നത്. എന്താ അച്ചോ, എന്താ ഉണ്ടായത്? അവിടെ കൂടി നിന്നവരെ നോക്കിക്കൊണ്ട് പരിഭ്രാന്തിയോടെ പാപ്പച്ചി ചോദിച്ചു. ഇതിൽ കൂടുതലായി എന്തുണ്ടാകാൻ? ഒരു നെടുവീർപ്പോടെ അച്ഛൻ പറഞ്ഞു. ഒറ്റ നോട്ടത്തിൽ പാപ്പച്ചിക്ക് ഉണ്ടായ സംഭവത്തിന്റെ ഏകദേശ രൂപം മനസ്സിലായി. മുറ്റത്ത് കത്തിക്കരിഞ്ഞ സാധനങ്ങളിൽ നിന്ന് അപ്പോഴും പുക ഉയരുന്നുണ്ടായിരുന്നു. മേടയിൽ കുര്യച്ചന്
എൻ്റെ കൈകൊണ്ട് തന്നെ അന്തിമണി അടിക്കേണ്ടി വരുമോ അച്ചോ? എല്ലാം തകർന്നവനെ പോലെ പാപ്പച്ചി പിറുപിറുത്തു. പാപ്പച്ചിയെ, നീ വാ, എവിടെ നിൽക്കണ്ട, നമുക്ക് മേടയിലേക്ക് പോകാം. തങ്കച്ച, ഞങ്ങളെ ഒന്ന് കൊണ്ടുപോയി വിട്, അച്ഛൻ പറഞ്ഞു. അച്ചോ, എൻ്റെ കുഞ്ഞിനെ ജീവിക്കാൻ അവർ സമ്മതിക്കില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും? പാപ്പച്ചിയുടെ തൊണ്ടയിടറി. പാപ്പച്ചി ഇന്ന് കുര്യച്ചനുമായി വഴക്കുണ്ടാക്കിയില്ലേ? രാവിലെ ആ സംഭവം ഉണ്ടായപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോയച്ചോ. അതാ അങ്ങനെയൊക്കെ ഉണ്ടായത്. അതിൻ്റെ പകരം വീട്ടിയതാവും അവര്. പണമുണ്ടെന്നുള്ള അഹങ്കാരം, അല്ലാതെന്താ? പിന്നെ ഞാൻ അറിഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ സണ്ണി കാണിച്ചതും പോക്രിത്തരമല്ലേ? എങ്ങനെയെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ളതിന് അവൻ പ്രേമിക്കാൻ നടക്കുന്നു. എന്ത് വിചാരിച്ചിട്ടാ അവൻ മേടയിലെ പെണ്ണിനെ പ്രേമിക്കാൻ പോയത്? ആ തന്തയും മകനും അവളെ അവന് കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് കരുതിയിട്ടോ? പറഞ്ഞു വന്നപ്പോൾ അച്ഛൻ്റെ ശബ്ദം ഉയർന്നു. അച്ചോ, ആ കാര്യത്തിൽ അവനെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ? ആ പെണ്ണും അത്ര മോശക്കാരിയൊന്നുമല്ല. മേടയിലെ സന്തതിയല്ലേ. എൻ്റെ മോളെ അവൾ വശീകരിച്ചതാ. അല്ലാതെ അവന് അങ്ങനെ ഒരു ബുദ്ധിമോശം ഉണ്ടാകില്ല. വരാനുള്ളത് വന്നു. ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകരുത്. ഞാൻ കുര്യച്ചനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോ പള്ളിമേടയിലെത്തി. മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ സന്ധ്യ കടന്നു വന്നു. പാപ്പച്ചി സന്ധ്യമണി അടിക്കാനായി പോയി. കുര്യച്ചൻ്റെ മാരുതി കാർ പള്ളിമേടയുടെ മുറ്റത്ത് വന്നു നിന്നു. കുര്യച്ചൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി. ഡ്രൈവറുടെ സീറ്റിലിരുന്ന ജോയിക്കുട്ടി ഇറങ്ങാൻ തുടങ്ങിയതും കുര്യച്ചൻ കൈകൊണ്ട് വേണ്ടെന്ന് ആംഗ്യം കാണിച്ചു. ഇരിക്കൂ കുര്യച്ച, അച്ഛൻ പറഞ്ഞു. കുര്യച്ചൻ അച്ഛന് അഭിമുഖമായുള്ള കസേരയിലിരുന്നു. അച്ഛൻ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? കുര്യച്ച, നിന്റെ അറിവോടും സമ്മതത്തോടുമല്ലേ ഇതൊക്കെ ഉണ്ടായത്? ഏതൊക്കെയാണച്ചോ? കുര്യച്ചൻ്റെ നെറ്റി തുളിഞ്ഞു. ഇനി ഞാൻ വിശദമായിട്ട് പറയണോ? ചെത്തിമറ്റത്തെ സണ്ണിയുടെ ഡ്രൈവിംഗ് സ്കൂൾ നിന്റെ മകനും ഗുണ്ടകളും ചേർന്ന് തല്ലി പൊടിച്ചത്, തീയിട്ടത്? അതെ അച്ചോ, ഞാൻ പറഞ്ഞിട്ട് തന്നെയാ. അച്ഛനറിയാമോ അവൻ അവിടെ ഇരുന്നോട്ട് കാണിച്ച പണി എന്താണെന്ന്? കുര്യച്ചൻ ക്ഷോഭിതനായി. എന്തുണ്ടായാലും നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ കുര്യച്ച. അച്ഛനത് പറയാം. അവൻ കാരണം എൻ്റെ മോൾക്ക് ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ഈ നാട്ടുകാർ മുഴുവനും അറിഞ്ഞില്ലേ? അവളുടെ ഭാവി ഇനി എന്താകുമെന്ന് അച്ഛൻ ചിന്തിച്ചോ? കുര്യച്ച, ഈ കാര്യത്തിൽ സണ്ണിയെ മാത്രം തെറ്റു പറയാൻ പറ്റുമോ? നിന്റെ മോളും കുറ്റക്കാരി തന്നെയല്ലേ? അച്ചോ, അവൾക്കിപ്പം ആ തെണ്ടിയ മതിയെന്ന്. പക്ഷേ കുര്യച്ചൻ ജീവനോടെ ഇരിക്കുമ്പോൾ അവളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. കുര്യച്ച, സമാധാനമായിട്ട് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് റോസിയെ സണ്ണിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ എന്താ? അവന് സൗന്ദര്യവും വിദ്യാഭ്യാസവും ഇല്ലേ? മകളുടെ സന്തോഷമല്ലേ വലുത്? അച്ഛൻ ഇത് പറയാനായിരിക്കും വിളിച്ചതെന്ന് ഞാൻ ഊഹിച്ചു. കുടുംബമഹിമയും പാരമ്പര്യവുമില്ലാത്ത ഒരു ചെറ്റയ്ക്ക് ഞാൻ മോളെ കെട്ടിച്ചു കൊടുക്കാനോ? അതിന് കുര്യച്ചൻ വേറെ നദിക്ക് ജനിക്കണം അച്ചോ. കുര്യച്ച, കുടുംബമഹിമയും പാരമ്പര്യവും. അച്ഛനൊന്ന് ചിരിച്ചു. എന്നിട്ട് തുടർന്നു. ഞാൻ കേട്ടിരിക്കുന്നതൊക്കെ ശരിയാണെങ്കിൽ അത് പറയാനുള്ള യോഗ്യത നിനക്കുമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അച്ഛൻ വിളിച്ചു വരുത്തിയിട്ട് കളിയാക്കുകയാണോ? ഒരിക്കലുമല്ല, സത്യം പറഞ്ഞുവെന്ന് മാത്രം. കുര്യച്ച, സണ്ണിയിൽ നിന്നും ഇനിയൊരു പ്രശ്നവും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളായിട്ട് ഇല്ലാതാക്കരുത്. ഇല്ലച്ചോ, ഇനി അവൻ ഈ നെല്ലിപ്പൊയിൽ ഒരു സ്കൂള് നടത്തില്ല. അച്ഛൻ്റെ വാക്ക് വിശ്വസിച്ചാണ് അന്ന് പീഡികമുറി ഞാൻ കൊടുത്തത്. പക്ഷേ അത് എൻ്റെ മോളെ പ്രേമിക്കാനുള്ള ലൈസൻസ് ആയിട്ടാണ് അവൻ കരുതിയത്. കുര്യച്ച, നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടെ ആലോചിച്ചുകൂടെ? ഏതു കാര്യം? റോസിയെ സണ്ണിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്ന കാര്യം. അച്ഛൻ എന്നു മുതലാ ഈ പണി കൂടി തുടങ്ങിയത്? പള്ളിയിലെ കപ്പ്യാരുടെ മകന് പെണ്ണു കൂട്ടി കൊടുക്കുന്ന പണി. കുര്യച്ച, പള്ളിമേടയിലിരുന്ന് തെണ്ടിത്തരം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ചു നിന്റെ കരണം പുകയ്ക്കും ഞാൻ. ഈ ലോഹം അടക്കി കുത്തിയ നിന്നേക്കാ വലിയ തറയാ ഈ പുല്ലന്തറ. അച്ഛൻ ദേഷ്യത്തോടെ ചാടി എണീറ്റു. എന്നാ അച്ഛൻ ഇതുകൂടി കേട്ടോ. ചെത്തിമറ്റ സണ്ണിയെ ഇനി മര്യാദയ്ക്ക് ജീവിക്കാൻ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല. അവനെ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അച്ഛൻ വക്കാലത്തുമായി നടക്കുന്നത് കൊണ്ടാ അവൻ ഇത്തരം തന്തയ്ക്ക് പറിക്കാത്ത പണി കാണിക്കുന്നത്. കുര്യച്ച, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഇതിന്റെ പേരിൽ ഇനി ഇവിടെ അടിയും പിടിയും ഉണ്ടാകാൻ പാടില്ല. അവനെ ഞാൻ വെറുതെ വിടില്ല. അച്ഛനല്ല, ഇനി മെത്രാനച്ഛൻ പറഞ്ഞാലും കുര്യച്ചന് വാക്കൊന്നേ ഉള്ളൂ. ക്ഷുഭിതനായ കുര്യച്ചൻ മുറ്റത്തേക്ക് ചാടിയിറങ്ങി. അത് കണ്ടുകൊണ്ടാണ് പാപ്പച്ചി കയറി വന്നത്. തന്റെ മോനോട് പറഞ്ഞേക്ക്, ഇനി എൻ്റെ മോളുടെ പിന്നാലെ എങ്ങാനും വന്നാ ആയുസ് എത്താതെ മരിക്കേണ്ടി വരുമെന്ന്.
ഡെയ്സി ഫ്ലാസ്കിനുള്ളിൽ കട്ടൻ ചായ നിറച്ച് മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. സണ്ണിച്ച, ചായ വേണമെങ്കിൽ എടുത്തു കുടിക്കാം. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ കിടക്കാൻ പോവുക. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഡെയ്സി എണീറ്റ് പോയി. സാറേ, ഓരോ കട്ടൻ എടുക്കട്ടെ? സണ്ണി ചോദിച്ചു. ആവാം. പുറത്ത് മഞ്ഞ് വീഴുന്നുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തണുക്കാനും തുടങ്ങി. തണുപ്പിന് കട്ടൻ ചായ നല്ല മരുന്ന. അരവിന്ദൻ ഒരു സിഗരറ്റ് കത്തിച്ചു. സണ്ണി 2 ഗ്ലാസ്സിൽ കട്ടൻ ചായ പകർന്ന് ടീപ്പോയുടെ പുറത്തു കൊണ്ടുവന്ന് വെച്ചു. പിന്നെ കസേരയിൽ അമർന്നു. സണ്ണിയെ എന്തിനാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്? ചായ ഗ്ലാസ് കയ്യിലെടുത്ത് അരവിന്ദൻ ഒരു കവിൾ കുടിച്ചു. മേടയിൽ കുര്യച്ചൻ കള്ളക്കേസുണ്ടാക്കി അറസ്റ്റ് ചെയ്യിപ്പിച്ചതാ സാറേ. സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ വിവരങ്ങളൊക്കെ അറിയുന്നത്. എനിക്ക് ഡ്രൈവിംഗ് സ്കൂൾ നടത്താൻ തന്ന പീഡിക മുറിയിൽ വെച്ച് ഈട്ടിപ്പാറ കുഞ്ഞച്ചനും ജോയിക്കുട്ടിയും കൂടി കള്ളച്ചാരായ വിൽപ്പന തുടങ്ങി. കർണാടകയിൽ നിന്ന് കൊണ്ടുവരുന്ന 1-ാം തരം പാക്കറ്റ് ചാരായം കച്ചവടം പൊടി പൊടിക്കാൻ തുടങ്ങിയപ്പോഴാ ഓർക്കാപ്പുറത്ത് എക്സൈസ് പാർട്ടി വന്ന് കുഞ്ഞച്ചനെ പിടികൂടിയത്. കുര്യച്ചൻ അടങ്ങിയിരിക്കുമോ? അയാളുടെ കുടില ബുദ്ധി ഉണർന്നു പ്രവർത്തിച്ചു. പണവും വാരി എറിഞ്ഞു വന്ന് കൂട്ടിക്കോ. കേസ് എൻ്റെ പേരിലായി. കാരണം ആ പീഡിക മുറിയുടെ എഗ്രിമെന്റ് എൻ്റെ പേരിലാണല്ലോ എഴുതിയിരിക്കുന്നത്. അതുതന്നെ വലിയൊരു തെളിവല്ലേ? പിന്നെ കുര്യച്ചൻ്റെ നക്കാപ്പിച്ച പറ്റിക്കൊണ്ട് എന്ത് ചെയ്യാനും സന്നദ്ധനായി SI ശേഖരൻ തമ്പി. അച്ചായൻ അച്ഛനെ പോയി കണ്ടു. എന്നെ ജാമ്യത്തിലിറക്കാൻ വേണ്ടത് ചെയ്യാമെന്ന് അച്ഛൻ പറഞ്ഞതോടെ അച്ചായന് സമാധാനമായി. അന്ന് രാത്രി പാപ്പച്ചി നന്നായി മദ്യപിച്ചിട്ട് മേടയിൽ ബംഗ്ലാവിലേക്ക് പോയി. അയാളുടെ കാലുകൾ നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. സമയം ഇഴഞ്ഞു പോയിക്കൊണ്ടിരുന്നു. പാപ്പച്ചി മാത്രം എത്തിയില്ല. കൂട്ടിലിട്ട വെരുകിനെ പോലെ വറീതട്ടൻ മുറ്റത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. മോളെ, ഞാനൊന്ന് പോയി നോക്കിയാലോ? വറീതട്ടൻ നടത്തം നിർത്തിയിട്ട് ആഞ്ജലിയോട് ചോദിച്ചു. ഈ പാതിരാത്രിയിൽ ചാച്ചൻ എങ്ങോട്ടും പോകണ്ട. ചാച്ചൻ വീട്ടിലേക്ക് പോക്കോ. ചോറും കറികളും എടുത്ത് മേശപ്പുറത്ത് മൂടി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവർക്ക് കൂട്ടിരിക്കാം. വറീതട്ടൻ മനസ്സിലാ മനസ്സോടെ വീട്ടിലേക്ക് പോയി. കിഴക്ക് പുലർവെട്ടം വീണപ്പോൾ ആഞ്ജന കയറി വന്നു. ചായക്കടയിലേക്കുള്ള പലഹാരങ്ങളും കറികളും ഉണ്ടാക്കണം. അവൾ വരുന്നത് കണ്ട് ഉറക്കം തെളിഞ്ഞു കിടക്കുകയായിരുന്ന വറീതട്ടൻ എണീറ്റു. പാപ്പച്ചി വന്നോ മോളെ? ഇല്ല ചാച്ച, ഇതുവരെ വന്നില്ല. കർത്താവേ, ഇനി കുടിച്ച് ലക്ക് കെട്ട് എവിടെയെങ്കിലും വീണ കിടപ്പുണ്ടാവുമോ? കിഴക്കേ മലകൾക്ക് പിന്നിൽ ബാലസൂര്യന്റെ തങ്കരശ്മികൾ സ്വർണം വാരി വിതറാൻ തുടങ്ങിയിരുന്നു. വറീതട്ടൻ എണീറ്റ് പെട്ടെന്ന് മുണ്ട് ഷർട്ട് മാറ്റി. ഞാനൊന്ന് നെല്ലിപ്പൊയിൽ പോയി നോക്കിയിട്ട് വരാം. വറീതട്ടൻ വേഗം താഴെ റോഡിലിറങ്ങി മുമ്പോട്ട് നടന്നു. ടാർ റോഡിലേക്ക് കയറിയതും ഓട്ടോ തങ്കന്റെ ഓട്ടോ വന്നു മുമ്പിൽ നിന്നതും ഒപ്പമായിരുന്നു. തങ്കൻ പരിഭ്രാന്തിയോടെ ചാടിയിറങ്ങി. വറീതട്ട, നമ്മുടെ പാപ്പച്ചി ചേട്ടൻ പള്ളിപ്പറമ്പിൽ തൂങ്ങി നിൽക്കുന്നു. എൻ്റെ കർത്താവേ! വറീതട്ടൻ്റെ നട്ടലിലൂടെ ഒരു ഇടിവാൾ കടന്നുപോയി. ആലംബം നഷ്ടപ്പെട്ടവനെ പോലെ വറീതട്ടൻ ഓട്ടോയിൽ കയറി. തങ്കൻ ഓട്ടോ തിരിച്ചു. രാവിലെ കുർബാനയ്ക്ക് വന്നവരാ കണ്ടത്. വറീതട്ടന് ശബ്ദിക്കാൻ വാക്കുകളില്ലായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോഴാണ് സണ്ണിക്ക് ജാമ്യം കിട്ടിയത്. പുല്ലന്തറ അച്ഛനോടൊപ്പം ജീപ്പിലിരിക്കുമ്പോഴാണ് സണ്ണി വിവരം അറിയുന്നത്. അവൻ ഞെട്ടലോടെ അച്ഛനെ നോക്കി. മോനെ, നമ്മൾ സഹിച്ചല്ലേ പറ്റൂ? അവൻ്റെ തോളത്ത് തട്ടി സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു. എൻ്റെ അച്ചായൻ എങ്ങനെയാണ് അച്ചോ മരിച്ചത്? വിശ്വാസം വരാത്ത മട്ടിൽ സണ്ണി സേവിച്ചനെ നോക്കി. ഞാൻ പറഞ്ഞില്ല മോനെ, ഇന്നലെ രാത്രി മേടയിൽ ബംഗ്ലാവിൽ പോയിരുന്നു. നിന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതിനെക്കുറിച്ച് ചോദിക്കാൻ. പിന്നെ രാവിലെയാണ് പള്ളിപ്പറമ്പിൽ. അച്ഛനെ നിർത്തി. ഇല്ലച്ചോ, എൻ്റെ അച്ചായൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അവർ കൊന്നതാ, എനിക്ക് ഉറപ്പാ. സണ്ണി തേങ്ങിക്കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ തോളിലേക്ക് മുഖം ചേർത്തു. സണ്ണിയുടെ വീടിന് താഴെ ജീപ്പ് നിന്നു. ജീപ്പിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് സണ്ണിയാണ്. കുഞ്ഞാഞ്ഞേ, നമ്മുടെ അച്ചായൻ! ശവശരീരത്തിൻ്റെ തലക്കിൽ കരഞ്ഞുകൊണ്ടിരുന്ന ജാൻസി സണ്ണിയെ കണ്ടതും നിലവിളിച്ചുകൊണ്ട് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. മോളെ! സകല നിയന്ത്രണവും വിട്ട സണ്ണി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു. തൊട്ടപ്പുറത്ത് ഇതൊക്കെ കണ്ടുകൊണ്ട് ആഞ്ചല നിൽപ്പുണ്ടായിരുന്നു. അവളും കരയുകയാണ്. അമ്മച്ചി എന്തേ? അവൻ ജാൻസിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. സണ്ണിച്ച, റോസമ്മയുടെ മാനസിക നില ആകെ തെറ്റി. കുറച്ചു മുമ്പ് ഹോളി ക്രോസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പെട്ടെന്നുണ്ടായ ഷോക്ക് കൊണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. മയങ്ങാനുള്ള മരുന്ന് കുത്തിവെച്ച് കിടത്തിയിരിക്കുക. അടക്കിയ സ്വരത്തിൽ വറീതേട്ടൻ പറഞ്ഞു. നിരാലംബനായനെ പോലെ സണ്ണി പകച്ചു നിന്നു. പറഞ്ഞു വന്നപ്പോഴേക്കും സണ്ണി കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ ഗ്ലാസ്സിലിരുന്ന കട്ടൻ ചായ മുഴുവനും ഒറ്റ വലിക്ക് കുടിച്ചിറക്കി. സണ്ണിയുടെ അച്ചായൻ ആത്മഹത്യ ചെയ്തതാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അരവിന്ദൻ ചോദിച്ചു.
ഒരിക്കലുമില്ല സാറേ. എൻ്റെ അച്ചായൻ ആത്മഹത്യ ചെയ്യില്ല. എനിക്ക് ഉറപ്പാ. മേടയിൽ കുര്യച്ചനും മകനും ചേർന്ന് എൻ്റെ അച്ചായനെ കൊന്നതാ. കൊലപാതകം ആത്മഹത്യയാക്കാൻ ശവശരീരം പള്ളിപ്പറമ്പിൽ കെട്ടിത്തൂക്കി. ഇതാണ് സത്യം. പക്ഷേ നമുക്ക് വേണ്ടത് തെളിവുകളല്ലേ സണ്ണി? അതെ സാറേ, അത് ഞാൻ ഉണ്ടാക്കും. എൻ്റെ അച്ചായനെ കൊന്നത് ആരാണെന്ന് ഞാൻ കണ്ടെത്തും. ദൃഢനിശ്ചയത്തോടെ സണ്ണി പറഞ്ഞു. അവൻ്റെ കണ്ണിൽ അഗ്നി പുകയുന്നത് അരവിന്ദൻ കണ്ടു. സണ്ണിയുടെ പേരിലുണ്ടായിരുന്ന കേസ് വെറുതെ വിട്ടു അല്ലേ? അതെ. പ്രോസിക്യൂഷൻ ആരോപിച്ച തെളിവുകൾ ദുർബലമായിരുന്നതാണ് കാരണം. അമ്മച്ചിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തില്ലേ? ഡിസ്ചാർജ് ചെയ്ത് നേരെ കൊണ്ടുപോയത് കുതിരവട്ടത്തേക്കായിരുന്നു സാറേ. ആളുകളെ ഉപദ്രവിക്കാനും പരസ്പര ബന്ധമില്ലാതെ പുലമ്പാനും തുടങ്ങിയപ്പോൾ ഡോക്ടർ തന്നെയാണ് കുതിരവട്ടത്ത് അഡ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത്. അച്ചായനും അമ്മച്ചിയും ഇല്ലാത്ത വീട്ടിൽ ഞാനും ജാൻസിമോളും തനിച്ചായി. എല്ലാം ഞാൻ കാരണമാണെന്ന് ഓർക്കുമ്പോൾ ജീവിക്കണമെന്ന് പോലും എനിക്ക് തോന്നിയില്ല. അച്ചായൻ മരിച്ച വിവരം അറിഞ്ഞിട്ടും റോസി സണ്ണിയെ കാണാൻ വന്നില്ല അല്ലേ? ഇല്ല. അവളെ കാണാൻ എൻ്റെ മനസ്സ് വെപ്രാളപ്പെടുകയായിരുന്നു. പക്ഷേ ഈ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ അവളെ കാണും? കാണണമെങ്കിൽ മേടയിൽ ബംഗ്ലാവിൽ ചെല്ലണം. അത് വീണ്ടും ഒരു സംഘട്ടനത്തിന് കാരണമാവും. അതുകൊണ്ട് മനസ്സിൻ്റെ പിടിച്ചിൽ ഞാൻ അടക്കി പിടിച്ചു. അവളുടെ ഒരു വാക്ക്, ഒരു സാന്ത്വനം എനിക്ക് കുളിർമഴയാകുമായിരുന്നു. അവൾ വരുമെന്ന് തന്നെയായിരുന്നു എൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷ തെറ്റിയില്ല. ഒരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ നേരം സണ്ണി 4 മണി കുർബാനയ്ക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. അപ്പോൾ മുറ്റത്ത് നിന്നും ആരോ വിളിച്ചു. ഇവിടെ ആരുമില്ലേ? ജാൻസിമോളെ, ആരാണെന്ന് നോക്കിക്കേ. തലമുടി ചെയ്യുന്നതിനിടയിൽ സണ്ണി വിളിച്ചു പറഞ്ഞു. ജാൻസി തിണ്ണയിലേക്ക് ഇറങ്ങി. അവൾ അത്ഭുതപ്പെട്ടു പോയി. മാനത്തു നിന്നും പൊട്ടി വീണതുപോലെ മുന്നിൽ റോസ്മേരി. റോസി ചേച്ചിയോ? കയറി വാ, ജാൻസി ആഹ്ലാദത്തോടെ പറഞ്ഞു. റോസി ഒന്ന് മടിച്ചു. പിന്നെ ചോദിച്ചു, നിന്റെ കുഞ്ഞാഞ്ഞ ഇവിടെ ഇല്ലേ? ഉണ്ട്, പള്ളിയിലോട്ട് പോകാൻ തുടങ്ങുക. ജാൻസി മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് റോസിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. വാ ചേച്ചി. റോസി തിണ്ണയിലേക്ക് കയറാൻ തുടങ്ങിയതും ജാൻസി മന്ത്രിച്ചു, വലതുകാൽ വെച്ച്. ഒരു നിമിഷം വരണ്ട ഒരു പുഞ്ചിരി അവളുടെ മുഖത്തുണ്ടായി. പിന്നെ യാന്ത്രികമായി വലതുകാൽ തിണ്ണയിലേക്ക് എടുത്തു വച്ചു. ചേച്ചി ഇരിക്ക്, ഞാൻ കുഞ്ഞാഞ്ഞെ വിളിക്കാം. ജാൻസി അകത്തേക്ക് ചെന്നു. ആരാടി, ആഞ്ചലയാണോ? സണ്ണി ചോദിച്ചു. ആരാണെന്നറിയണേ തിണ്ണയിലേക്ക് ചെന്ന് നോക്ക്, അല്പം കുറുമ്പോടെ ജാൻസി പറഞ്ഞു. സണ്ണി എണീറ്റ് തിണ്ണയിലേക്ക് ചെന്നു. അവൻ്റെ കണ്ണുകളിൽ അമ്പരപ്പ് ദൃശ്യമായി. റോസി, നീ? വാക്കുകൾക്ക് വേണ്ടി സണ്ണി ഒന്ന് പരതി. സണ്ണിച്ച. അവൻ്റെ കണ്ണുകളിലേക്ക് അവൾ നോക്കി. ആ വിളിയിലും നോട്ടത്തിലും അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തീർത്തു. എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വരാൻ സാധിച്ചില്ല. എന്നോട് ക്ഷമിക്കണേ സണ്ണിച്ച. അത്രയും പറഞ്ഞപ്പോഴേക്കും റോസി വിതുമ്പിപ്പോയി. എന്താ റോസി ഇത്? എനിക്കറിയാവുന്നതുപോലെ നിന്നെ മറ്റാർക്കറിയാം? നീ വന്ന് ഒരാശ്വാസവാക്ക് പറഞ്ഞെങ്കിലെന്ന് ഞാൻ എന്തോരം കൊതിച്ചെന്നറിയാമോ? പക്ഷേ ബംഗ്ലാവിൽ നിന്നും എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് നിനക്ക് വരാൻ പറ്റില്ലെന്നും എനിക്കറിയാം. എങ്കിലും മനസ്സിൽ അങ്ങനെ ഒരു മോഹം ഉണ്ടായിപ്പോയി എന്നത് സത്യമാണ്. അല്ലാതെ എനിക്കൊരു വിഷമവുമില്ല. എൻ്റെ അച്ചായൻ പോയി മോളെ. നമ്മുടെ കല്യാണം നടത്തുമെന്ന് നിന്റെ ഡാഡിയെ വെല്ലുവിളിച്ചതാ അച്ചായൻ. പക്ഷേ സണ്ണി ഒരു ദീർഘനിശ്വാസം പൊഴിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒക്കെ ഞാൻ കാരണമല്ലേ സണ്ണിച്ച? എന്നെ സ്നേഹിച്ചത് കൊണ്ടല്ലേ സണ്ണിച്ചന് പ്രിയപ്പെട്ടതൊക്കെ നഷ്ടമായത്? എന്നിട്ടിപ്പോൾ? റോസിയുടെ എങ്ങലടി ഉച്ചത്തിലായി. കരയാതെ. എത്ര നാളായ നമ്മൾ തമ്മിൽ കണ്ടിട്ടും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടും. എൻ്റെ റോസി ഇന്ന് വരും നാളെ വരും എന്ന ഒറ്റ പ്രതീക്ഷയിലാണ് ഈ നിമിഷം വരെ ഞാൻ തള്ളി നീക്കിയത്. സണ്ണിച്ച, എൻ്റെ വിവാഹം ഏതാണ്ട് ഉറപ്പിച്ച പോലെയാ. എസ് ഐ ശേഖരൻ തമ്പി കൊണ്ടുവന്ന ആലോചനയാ. അയാളുടെ സുഹൃത്ത് ഡോക്ടർ ആൽബർട്ട് തിരുവമ്പാടിയിൽ ഹോസ്പിറ്റൽ നടത്തുക. ശേഖരൻ തമ്പിയുടെ കൂടെ മിക്കവാറും വീട്ടിൽ വരും. എന്നിട്ട് റോസി സമ്മതിച്ചോ? എൻ്റെ സമ്മതം ആർക്ക് വേണം സണ്ണിച്ച? ഞാൻ ജീവനോടുണ്ടെങ്കിൽ ഈ കല്യാണം നടത്തുമെന്ന വാശിയിലാണ് ഡാഡി. റോസി എന്ത് തീരുമാനിച്ചു? സണ്ണിച്ചനല്ലേ തീരുമാനിക്കേണ്ടത്. എത്ര ദിവസമായെന്നറിയാമോ ഇങ്ങനൊരു അവസരത്തിനായി ഞാൻ കാത്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ വിവരം സണ്ണിച്ചനൊന്ന് അറിയിക്കാൻ. ഇന്ന് എങ്ങനെ പുറത്തു ചാടി? വീട്ടിൽ മമ്മി മാത്രമേ ഉള്ളൂ. 4 മണിക്ക് കുർബാനയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ മമ്മി സമ്മതിച്ചു. തങ്കച്ചൻ്റെ ഓട്ടോയ്ക്കാണ് വന്നത്. താഴെ കിടപ്പുണ്ട്. റോസി, നിനക്കറിയാമല്ലോ കാര്യങ്ങൾ. അമ്മച്ചിയെ കുതിരവട്ടത്ത് അഡ്മിറ്റ് ചെയ്തിരിക്കുക. അച്ചായൻ്റെ മരണത്തോടെ അമ്മച്ചിയുടെ മനസ്സിൻ്റെ നിയന്ത്രണം തെറ്റി.
ഇപ്പോൾ ആരെയും തിരിച്ചറിയ പോലുമില്ല. ഓർമ്മ വരുമ്പോൾ പഴയ കാലത്തെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതിനിടയിൽ ഞാനും ജാൻസിനും സണ്ണി നിർത്തിയിട്ട് റോസിയുടെ മുഖത്തേക്ക് നോക്കി. സണ്ണിച്ചൻ എന്ത് തീരുമാനിച്ചാലും എനിക്ക് സമ്മതമാണ്, അവൾ പറഞ്ഞു. ഇപ്പോൾ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ കഴിയുമോ റോസി? വേണ്ട സണ്ണിച്ച, സണ്ണിച്ചൻ നല്ലപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇനി നമ്മുടെ മുമ്പിൽ ദിവസങ്ങൾ തീരെയില്ല. ഞാൻ പൊയ്ക്കോട്ടെ? റോസി, നിന്നെ കാണുമ്പോൾ ഒരു കാര്യം ചോദിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. എന്താ സണ്ണിച്ച? ഉദ്യോഗത്തോടെ അവൾ തിരക്കി. എൻ്റെ അച്ചായൻ എങ്ങനെയാ മരിച്ചത്? എനിക്കറിയില്ല സണ്ണിച്ച. അന്ന് ബംഗ്ലാവിൽ എന്താണുണ്ടായത്? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സത്യം മാത്രമേ പറയാവൂ. ഞാൻ പറഞ്ഞത് സത്യമാ. അന്ന് ഞാനും മമ്മിയും ജോയിച്ചായനും ഡാഡിയും ഒക്കെ കൂരാച്ചുണ്ടിലുള്ള ജെയ്സി ആൻറ്റിയുടെ മകളുടെ മനസ്സമ്മതത്തിന് പോയിരിക്കുകയായിരുന്നു. സന്ധ്യ കഴിഞ്ഞപ്പോൾ ഡാഡിയും ജോയിച്ചായനും തിരിച്ചു പോന്നു. പിറ്റേന്ന് രാവിലെ വരുമ്പോഴാണ് ഞങ്ങൾ വിവരം അറിയുന്നത്. വീട്ടിൽ അന്ന് മറ്റാരൊക്കെ ഉണ്ടായിരുന്നു? വേലക്കാരി സീതമ്മയും ഈട്ടിപ്പാറ കുഞ്ഞച്ചനും. കുഞ്ഞാഞ്ഞെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞോ? എന്നാൽ ഇനി രണ്ടാളും വന്നോളൂ, ചായ കുടിക്കാം, ജാൻസി വന്ന് പറഞ്ഞു. അയ്യോ മോളെ, ചായ കുടിക്കാനൊന്നും നേരമില്ല. എന്നെ കണ്ടിട്ടില്ലെങ്കിൽ അംഗരക്ഷകർ അന്വേഷിച്ചു വരും. ചേച്ചി ആദ്യമായിട്ട് വന്നതല്ലേ, ചായ കുടിച്ചിട്ടേ ഞാൻ വിടൂ. ഇനി ചേച്ചി ഇങ്ങോട്ടല്ലേ വരാൻ പോകുന്നത്? ഇഷ്ടം പോലെ ചായ കുടിക്കാമല്ലോ, സണ്ണിയെ നോക്കിക്കൊണ്ട് പാതി തമാശയായി റോസി പറഞ്ഞു. നേരാണോ കുഞ്ഞാഞ്ഞെ? ജാൻസി സണ്ണിയെ നോക്കി. അവനൊന്ന് മൂളി. വാ റോസി, ജാൻസി മോള് പറഞ്ഞതുപോലെ നീ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ വന്നതല്ലേ, ഒരു ചായ കുടിച്ചിട്ട് പോയാൽ മതി. ജാൻസി മേശപ്പുറത്ത് ചായയും പലഹാരങ്ങളും എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. റോസി തിടുക്കപ്പെട്ട് ചായ മാത്രം കുടിച്ച് എണീറ്റു. ഞാൻ പോട്ടെ സണ്ണിച്ച? ഞാൻ കൊണ്ടുപോയി വിടാം. വേണ്ട, ഞാൻ കാരണം ഇനിയൊരു ദുരന്തം കൂടി താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല സണ്ണിച്ച. ഞാൻ തനിച്ചു പോയിക്കോളാം. റോസി തിണ്ണയിലേക്ക് ഇറങ്ങി. സണ്ണിച്ച, ഒരു കാര്യം പറയാനുണ്ട്. അടുത്ത ഞായറാഴ്ച സണ്ണിച്ച ബംഗ്ലാവിലോട്ട് വരണം. ജാൻസി കേൾക്കാതെയാണ് റോസി പറഞ്ഞത്. എന്തു കാര്യമാ റോസി? ഇപ്പം പറഞ്ഞ പോരെ? പോരെ സണ്ണിച്ച. മാത്രമല്ല, വരുമ്പോൾ സണ്ണിച്ചനെടുത്ത തീരുമാനം കൂടി എനിക്ക് അറിയണം. വീട്ടിൽ ഡാഡിയും മമ്മിയും ഒക്കെ ഉണ്ടാവില്ലേ? ആരും ഉണ്ടാവില്ല. എല്ലാവരും കൂരാച്ചുണ്ടിലെ കല്യാണത്തിന് പോകും. ഞാൻ എന്തെങ്കിലും സൂത്രം പറഞ്ഞ് പോകാതിരിക്കും. സണ്ണിച്ചൻ ഉച്ച കഴിയുമ്പോഴേക്കും വന്നാൽ മതി. ഞാനും സീതമ്മയും മാത്രമേ ഉണ്ടാവൂ. വരില്ലേ സണ്ണിച്ച? വരാം, ഞാൻ കാത്തിരിക്കും. റോസി, എന്ത് കാര്യമാണെന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? കള്ളൻ, അങ്ങനെ ഇപ്പം അറിയണ്ട. അവിടെ വരുമ്പോൾ അറിഞ്ഞാൽ മതി. അവൻ്റെ മൂക്കിൻ തുമ്പിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൾ മന്ത്രിച്ചു. പോട്ടെ. ജാൻസി മോൾ എന്തിയേ? ജാൻസി മോളെ, സണ്ണി വിളിച്ചു. എന്താ? അവൾ ഇറങ്ങി വന്നു. റോസ് ചേച്ചി പോകുവാന്ന്. ഇനി ചേച്ചി എന്താ വരിക? നിന്റെ കുഞ്ഞാഞ്ഞയോട് എത്രയും പെട്ടെന്ന് എന്നെ വിളിച്ചുകൊണ്ട് വരാൻ പറ, ചിരിച്ചുകൊണ്ട് റോസി പറഞ്ഞു. പിന്നെ അവൾ ധൃതിയിൽ താഴെ റോഡിലേക്ക് ഇറങ്ങി. മോളെ, ഞാനും പള്ളിയിൽ പോയിട്ട് വരാം. സണ്ണിയും റോസിക്ക് പിന്നാലെ റോഡിലേക്ക് ഇറങ്ങി. സണ്ണി എത്തിയപ്പോഴേക്കും റോസി ഓട്ടോയിൽ കയറിപ്പോയി. റോസി വരുന്നതും പോകുന്നതുമെല്ലാം ആഞ്ചല കാണുന്നുണ്ടായിരുന്നു. സണ്ണി പോയതും ആഞ്ചല ജാൻസിയുടെ അടുത്തേക്ക് വന്നു. എന്തിനാടി റോസ്മേരി വന്നത്? കുഞ്ഞാഞ്ഞയെ കാണാൻ. ഇനി നിന്റെ കുഞ്ഞാഞ്ഞയെ കൂടി കൊലക്കി കൊടുത്തിട്ടേ അവളടങ്ങും. ചേച്ചി, റോസ് ചേച്ചി പാവമാ. പാവം. പുച്ഛത്തോടെ ഒന്ന് ചിരിച്ച ശേഷം ആഞ്ചല തലവെട്ടിച്ച് വീട്ടിലേക്ക് പോയി. പിറ്റേ ഞായറാഴ്ചയാകാൻ സണ്ണി കാത്തിരുന്നു. അന്ന് എല്ലാത്തിനും അവന് നല്ല ഉത്സാഹമായിരുന്നു. ഒരുപക്ഷെ താനൊരു തീരുമാനത്തിലെത്തിയതിൻ്റെ സന്തോഷമായിരിക്കും അതെന്ന് അവൻ വിചാരിച്ചു. മനസ്സിൽ നിന്നും ഒരു മല അകന്നു പോയ പോലെ സണ്ണിക്ക് തോന്നി. എന്താ സാറേ, ഇന്ന് നല്ല ഉത്സാഹത്തിലാണല്ലോ? മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരുന്ന സണ്ണിയോട് ജാൻസ് ചോദിച്ചു. അതെ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള തീരുമാനമെടുത്ത ദിവസമാണ്. അതെന്ത് തീരുമാനമാകും ഞാൻ പോയിട്ട് വരുമ്പോൾ പറയാൻ വേണ്ടി കാന്താരി. എന്നാ ഞാൻ പറയട്ടെ. കുഞ്ഞാഞ്ഞ റോസി ചേച്ചിയെ കാണാനല്ലേ പോകുന്നത്? ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാമെന്നല്ലേ തീരുമാനമെടുത്തത്? ഞാൻ മനസ്സിൽ വിചാരിച്ചത് നീ മാനത്ത് കണ്ടല്ലോടി ഭയങ്കരി. ഇന്ന് ബംഗ്ലാവിൽ ചെല്ലാൻ റോസ് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ കുഞ്ഞാഞ്ഞെ? പേടിയോടെ ജാൻസി അവനെ നോക്കി. നീ പേടിക്കണ്ടടി പെണ്ണെ, അവിടെ നിന്റെ റോസ് ചേച്ചി മാത്രമേ കാണൂ. നീ വേണമെങ്കിൽ വാതിലൊക്കെ അടച്ച് ആഞ്ചലയുടെ അടുത്ത് പോയിരുന്നോ. തൽക്കാലം ഈ കാര്യം ആരും അറിയണ്ട. ജാൻസി തല കുലുക്കി. സണ്ണി കുറുക്കു വഴിയിലൂടെയാണ് മഞ്ഞുവയലിലേക്ക് പോയത്. ബംഗ്ലാവിന്റെ ഗേറ്റിൽ സംശയത്തോടെ നിന്ന ശേഷം സണ്ണി ഗേറ്റ് തുറന്ന്
ചരൽ പതിച്ച മുറ്റത്തുകൂടി സിറ്റ് ഔട്ടിൻ്റെ മുമ്പിലെത്തി. ആരെയും കാണാനില്ല. ഇനി ഇവിടെ ആരുമില്ലാതെ വരുമോ? സണ്ണി കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. അകത്ത് കിളി കരയുന്ന ശബ്ദം. എന്നിട്ടും ആരും വന്ന് വാതിൽ തുറന്നില്ല. റോസിയും വേലക്കാരിയും കാണുമെന്നല്ലേ പറഞ്ഞത്? സണ്ണി ഓർത്തു. അവന് നേരിയ പരിഭ്രമം തോന്നി. എങ്കിലും ധൈര്യം സംഭരിച്ച് സിറ്റ് ഔട്ടിൽ കയറി അകത്തെ വാതിൽ തള്ളി. അത് തുറന്നു കിടക്കുകയായിരുന്നു. റോസി, റോസി! ഒന്ന് രണ്ടാവർത്തി സണ്ണി ഉറക്കെ വിളിച്ചു. ഇവിടെ ആരുമില്ലേ? അവൻ അകത്തേക്ക് കയറി. സിറ്റ് ഔട്ടിൻ്റെ തൊട്ടടുത്ത് സ്വീകരണ മുറിയായിരുന്നു. അതിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നു. അങ്ങോട്ട് നോക്കിയ സണ്ണി ഞെട്ടി വിറച്ചുപോയി. നോവലിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ കാണാം. നന്ദി.